കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. യാത്രയിലെ ഈ ശുശ്രൂഷയ്ക്കായി ഇവിടെ ആളായിരിക്കുന്ന എല്ലാ ധന്യരായ ദൈവങ്ങൾക്ക് ഗ്രാമത്തിനകത്ത് പുറത്ത് അതുപോലെ വൈദ്യുതികളൊക്കെ ശ്രദ്ധിക്കുന്നു. അവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന എല്ലാ കർത്താവ് പ്രിയപ്പെട്ട കൊടുക്കപ്പെട്ട ഭാഷ, ഭാഷ, ദേവദാസൻ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം തന്നെ ഞാനും ആലോചിക്കുന്ന പ്രിയമുള്ളവർ സഭയുടെ ശുശ്രൂഷയായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ, മറ്റു കർത്തദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഈ രാജ്യത്തിലെ കുടുംബത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ജാനൻ, പ്രിയ ആൻഡി, പ്രിയ ബിജു, ഷിബു കുടുംബങ്ങളുടെ കുടുംബങ്ങൾ അവരെല്ലാം ഓർക്കുന്നു. ഈ ഒരു കുടുംബം ഇങ്ങനെയൊരു യോഗം നടത്തത്തക്കണം അവർ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അതുപരമായിട്ടൊരു ആഗ്രഹമായിരുന്നു അവരുടെ ഭവനാങ്കണത്തിൽ ഒരു സുശേഷ യോഗം നടത്തണമെന്നുള്ളത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു. ദൈവം തൊട്ട സമയത്ത് നമ്മൾ സമീപനം പ്രധാനത്തെ അവരുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ച് ഇന്ന് ഇങ്ങനെയൊരു യോഗം നടത്തത്തക്കണം, ഇന്നും നാളെയുമായിട്ട് യോഗങ്ങൾ നടത്തത്തക്കണം ദൈവയുടെ ആഗ്രഹത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ തന്നെ കർത്താവിനാശം അതി ആൻ്റണി ആമേശ്വരീശ്വരനാണ്. അദ്ദേഹം നാളെ രാത്രിയിൽ നമ്മുടെ തിരുവചനം അറിയിക്കുന്നതായിരിക്കും എന്നും സ്നേഹത്തോടെ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മുഖവരകൾ പറഞ്ഞ് നമ്മുടെ സമയങ്ങൾ കളയാനില്ലാത്തതുകൊണ്ട് നമുക്ക് ദൈവസഭയിൽ ചിന്തകൾക്കായിട്ട് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം, പ്രാർത്ഥിക്കാം. പിതാവിനെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. സ്വന്തം കഴിവുകൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം ബലം കൊണ്ട് നിങ്ങൾക്ക് കർത്താവിനെ പറയാൻ കഴിയില്ല. അതിനാവശ്യം കൃപയാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നടക്കണം. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന മുഴുവൻ ദുരിതാശന്മാരെയും ഈ 58 ദിനത്തെയും ഇന്ന് രാത്രി കടന്നു വന്ന പ്രിയരായ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഴയുണ്ട് എങ്കിലും ഇത്തരം പേര് കടന്നു വന്നല്ലോ. കർത്താവ് മഴക്കാലത്ത് ഞങ്ങൾക്ക് ദൈവത്തെ പറ്റി പറയുവാൻ ദൈവം ഒരുക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി ഈ കുടുംബം അതിനെ തുറന്നല്ലോ. അവിടെ ഈ സ്ഥലത്ത് ദൈവം ഉറപ്പിച്ചു. തൊട്ടകാരാത്ത പർവ്വത്തിൽ ഉറച്ചതുപോലെ ഉറപ്പിക്കുകയും കർത്താവ് ഒരു ഭവനം കൊടുക്കുകയും ആ ഭവനത്തിൻ്റെ അംഗണത്തിൽ ഒരു സുവിശേഷ യോഗം ക്രമീകരിക്കാൻ ദൈവം മനസ്സ് കൊടുക്കുകയും താല്പര്യം കൊടുക്കുകയും അതിനുവേണ്ടി തുറക്കുകയും അതിനുവേണ്ടി ഞങ്ങളുടെ പ്രിയരായ ദൈവമക്കൾ കടന്നു വരിക ഇടയാക്കുകയൊക്കെ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏവരെയും അനുഗ്രഹിച്ചാട്ട് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആണ്. കർത്താവ് സഹായിക്കട്ടെ. ഒട്ടും സമയം മുഖപരങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ, കാരണം നമ്മളെല്ലാം പരിചിതരാണ്. സദൃശവാക്യം 18:10 സന്ദേശത്തിൻ്റെ തലക്കെട്ട്. ഒരു വാക്യം പല വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കും. എന്നാലും പ്രധാനമായ വാക്യം ഒരു വാക്യം. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കഥാപ്രാസം പക്ഷേ ഷൈൻ്റെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച ഒരു ഭാഗമാണ് സദൃശവാക്യം 18:10. ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എല്ലാവരും ചേർന്ന് അതിനൊന്ന് പറഞ്ഞാട്ട് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അപ്പോൾ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നാമങ്ങളെ നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ നാമങ്ങൾ. അപ്പം ദൈവത്തിൻ്റെ ഹല്ലേലൂയ 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 ദൈവം അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സംബന്ധിച്ചോളം നല്ല മൈക്രോപ്രേറ്റാണ്. പക്ഷേ ഒറ്റ പ്രശ്നമുണ്ട്, അവനെ ടെൻഷൻ അടിപ്പിക്കാൻ അവന് അത് പ്രശ്നമാണ്. ശാന്തമായിട്ട് നിങ്ങൾ ചെയ്താൽ പിന്നെ നോക്കിയാണ്. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ട്, ടെൻഷൻ അടിപ്പിക്കരുത്, എളുപ്പം ഇതൊക്കെ ചെയ്തോളാം. അപ്പം വളരെ അനുഗ്രഹീതനായ നമ്മുടെ കുഞ്ഞാണ് ജയ്മോന്. നല്ല ഓർഗനൈസ്ഡാണ്. അപ്പം നല്ല സൗണ്ട് ഓപ്പറേറ്ററാണ്. ഇതെല്ലാം ദൈവം കൊടുത്ത കഴിവുകളാണ്. ഈ കഴിവുകളൊക്കെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പടശ്ശേരിക്കൽ ഇന്ത്യ സഭയുടെ സംഘടനകളുടെ ബന്ധത്തിൽ ശുശ്രൂഷയിലും ആയിരിക്കുന്നു. അവിടുത്തെ കർത്തദാസൻ്റെ ഒരു വലം കൈയായി താൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യം 18:10 യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും.
ദൈവത്തിൻ്റെ നാമങ്ങൾ എപ്പോഴും വെളിപ്പെട്ട ദൈവനാമങ്ങൾ. എന്താണ് ദൈവനാമം എന്ന് ചോദിച്ചാൽ എന്താണ് ദൈവം, അതാണ് ആ നാമങ്ങളോട് വെളിപ്പെടുത്തുന്നത്. എന്താണ് ദൈവം, അപ്പം തന്നെ നമുക്ക് എന്താകണം ദൈവം, അതും ആ നാമങ്ങൾ വെളിപ്പെടുത്തുക. അയം വാട്ടായ ഞാനാകുന്നവൻ ഞാനാകും, അതാകുന്നു എൻ്റെ നാമമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ നിനക്ക് എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നു, ഞാൻ നിനക്ക് എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നു, അതാണ് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടാൻ കഴിയുന്ന ദൈവത്തിൻ്റെ നാമം. പഴയ നിയമത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം ദൈവത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് എലോഹീം എന്നൊരു വാക്കാണ്. കുറിക്കുന്ന സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ കുറിക്കുക. എലോഹീം എന്നൊരു പേരാണ്. എലോഹീമായ ദൈവം. എൽ എന്നൊരു വാക്ക് ദൈവത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് ദൂതന്മാരുടെ ഒക്കെ അറ്റത്ത് എല്ലുണ്ട്. എല്ലുള്ള 2-3 ദൂതന്മാരുടെ പേര് പറയാമോ? ഗബ്രിയേൽ, മീഖായേൽ, റാഫേൽ, ഇതെല്ലാം എൽ എന്നൊരു വാക്കാണ്. അതെല്ലാം ഈ ദൈവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ദൈവദൂതന്മാരുടെ. അപ്പോൾ ദൈവത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് എലോഹീം എന്നൊരു വാക്കാണ്. എലോഹീം. ആ എലോഹീമായ ദൈവത്തിൻ്റെ പല വളർച്ചകൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പം കാണുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ 12-ാമത് അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് ഞാൻ നിന്നെ കാണിപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറയും. പക്ഷേ അബ്രഹാമിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി. ക്ഷാമം വന്നപ്പോൾ അബ്രഹാം മിസ്രൈം ദേശത്ത് പോയി. അവിടെ നിന്ന് ഫറവോ സാറായെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എന്ന ദൈവിക ഇടപെടലുണ്ടാകുന്നു. തിരിച്ചു വരുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ നിന്നൊരു മിസ്രൈം ദാസി കൂടെ വന്നിട്ടുണ്ടാകണം. അവിടെ നിന്നായിരിക്കണം വന്നത്. ആ ദാസിയുടെ പേരെന്താണ്? ആഗാർ. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം അബ്രഹാമിനോട് പറയുന്നത് അങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. 13-ാം അധ്യായത്തിൽ ലോകത്ത് മാറിപ്പോകുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആകാശത്തിലെ ഭൂമിയിലെ പൊടി പോലെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. 14-ാം അധ്യായത്തിൽ ലോകത്തിലെ രാജാക്കന്മാരെ കൊണ്ടുപോകുന്നു, തിരിച്ചെടുക്കുന്നു. 15-ാം അധ്യായത്തിൽ യാഗം കഴിച്ചപ്പോൾ ദൈവം അബ്രഹാമിന് പെട്ടെന്ന് പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ത് ചെയ്യും? വർദ്ധിക്കും. അങ്ങനെ 12-ാം അധ്യായത്തിൽ 75 വയസ്സാണ്. 16-ാം അധ്യായത്തിൽ 85 വയസ്സാണ്. 85 വയസ്സായിട്ടും ഈ പറഞ്ഞ വാഗ്ദത്തം നിറവേറിയില്ല. അബ്രഹാമിനെക്കാട്ടും കൂടുതൽ സാറായിക്ക് സങ്കടമാണ്. സാറ വളരെ സങ്കടപ്പെട്ടിട്ട് അബ്രഹാമിനെ നിർബന്ധിക്കുന്നു. എന്നൊക്കെ ഒരു കഷ്ടമുണ്ട്. ആ കഷ്ടം എന്ന് പറയുന്നത് യജമാനൻ ആ ഒരു മെസ്സപ്പൊട്ടേമിയൻ കൂരിന്ന് വന്ന ആ ഒരു പ്ലാനിന് ഒരിങ്ങനെ നാടോടികളായിട്ടൊക്കെ പോകുന്ന സമൂഹമല്ലേ. അപ്പോൾ ആ പുരാതന ലോകമാണ്. അപ്പോൾ ആ സമൂഹത്തിന് ഒരു കഷ്ടമുണ്ടായിരുന്നു. യജമാനായ വ്യക്തിയും ഭക്തിക്ക് മക്കളില്ലെങ്കിൽ കുടുംബം നിലനിർത്തുവാൻ ഏറ്റവും മൂത്ത ദാസി. അപ്പം ദാസിമാരെന്നൊക്കെ പറയുന്ന കുടുംബത്തിലെ സ്ഥിരാംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവരിൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായി. അതുകൊണ്ട് ആഗറിനെ ഈ യജമാനത്തിന് വേണ്ടി, അബ്രഹാമിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി കൊടുക്കുക. നമ്മളതിന് പല പേര് പറയണം. പരോഗൻ നടന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാകാത്തവർ മറ്റൊരാളുടെ ഗർഭമാത്രം മാറി കിടക്കുന്ന പോലെ ഇത് അമ്മയുടെ സഹായത്തോടെ ദാസിയെ കൊടുക്കും. അങ്ങനെ ദാസി ഗർഭിണിയായപ്പോഴത്തേന് യജമാനത്തിക്ക് അനിഷ്ടയായി. കാരണം യജമാനത്തിയുടെ സ്വാതന്ത്ര്യം പോയോ സ്ഥാനം പോയോ എന്നൊക്കെ ഒന്ന് ചിന്ത അവിടെ കാണുകയാണ്. സാറായുടെ കണ്ണിന് ആകാർ എന്തായി? പിന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുന്ന സാറ ആഗറിനോട് കാഠിന്യം തോന്നിയിട്ട് ഈ ആഗർ ഓടിപ്പോയത് എവിടെയാണ്? 7-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. 16:7 യഹോവയുടെ ദൂതൻ മരുഭൂമി ഒരു നീരുറവിനരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരിൻ്റെ അരികെ വെക്കുകയാണ്. പ്യൂർ മരുഭൂമിയിൽ നമ്മൾ വെച്ച് കാണുകയാണ്. പിന്നെ നമ്മൾ ആ പ്യൂർ മരുഭൂമിയെ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾ 3 ദിവസം അലഞ്ഞു നടന്നത് ഇവിടെ പ്യൂർ മരുഭൂമിയിൽ വെള്ളം കിട്ടാനാണ്. അതിനൊരു കാരണമുണ്ട്. വെല്ലുമറ്റി കാസിയെ കടത്തി വിട്ടത് ഇങ്ങോട്ടാണ്. പ്യൂർ മരുഭൂമിയിലാണ്. കണ്ടോ? അളക്കുന്ന അളവിന് എന്ത് ചെയ്യും? അളന്ന് കിട്ടും സത്യം. പക്ഷേ ഈ സൂര്യനടിക്ക് വെച്ച്
ദൈവത്തിൻ്റെ ദൂതൻ അവളെ കാണുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ദൂതൻ അവളോട് പറഞ്ഞു, നിന്റെ യജമാനന്റെ അടുക്കലേക്ക് നീ എന്ത് ചെയ്യണം? മടങ്ങി ചെന്നിട്ട് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. വളരെ ഗൗരവമായിട്ട് ഓർക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി ഗർഭിണിയാണ്, അവൾ ഓടിപ്പോവുകയാണ്. സത്യത്തിൽ അവൾ ഓടിപ്പോകാൻ കാര്യം നമ്മുടെ നാട്ടിലെ പല പെൺപിള്ളേരും അന്ന് ഇവിടെ അല്ല കണ്ട ഓടിപ്പോയ ഒരു കാര്യമാണ് മഞ്ഞ. സത്യത്തിൽ സാര ഇപ്പോൾ ഹാഗറിന് ആരാ? ഒരുതരം അമ്മായി. ഈ പെൺപിള്ളേരെല്ലാം ഓടിപ്പോകുന്ന ഈ പെണ്ണിനോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്, നീ പോയിട്ട് ആ കുട്ടിയിടങ്ങിയിരിക്കും. ഇതായിരിക്കും ഒരു പ്രത്യേക കാര്യം. കുറേ നാൾ കഴിഞ്ഞ് ഈ ഹാഗറിനെ ഇസ്മായിലിനെ കൊണ്ട് ഇറക്കി വിടണം. ഇസ്മായിലിനെ കൊണ്ട് ഇറക്കി വിടണം. മിനിമം ഈ ഇസ്മായിലിന് ഒരു 17 വയസ്സ് കാണും. തെളിവ് 86-ാമത്തെ വയസ്സിലാണ് 16-ാമത്തെ അവസാനം കുഞ്ഞ് ജനിക്കുമ്പോൾ ഇസ്മായിൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? 86. ഇസ്മായിൽ ജനിക്കുമ്പോൾ എത്ര വയസ്സ്? 86. തെളിവ് 16 അവസാനം. എത്ര വയസ്സ് ഇസാഖ് ജനിച്ചു? 100. അപ്പോൾ 16-ഉം 4-ഉം 86-ഉം 14-ഉം എത്ര? 100. അപ്പോൾ ഇസാഖ് ജനിക്കുമ്പം ഇസ്മായിൽ എത്ര വയസ്സുണ്ട്? ഇസാഖ് ജനിക്കുമ്പോൾ ഇസ്മായിൽ എത്ര വയസ്സുണ്ട്? മിനിമം 14. ഇനി എന്താ ഇറക്കി വിട്ടത്? ഇസ്ഹാക്കിൻ്റെ പാലുകുടി നിന്ന ദിവസത്തിൽ അതിൻ്റെ ഉത്സവം നടക്കും. അന്നാണ് ആരെ ഇറക്കി വിടുന്നത്? ഇസ്മായിൽ. പാലുകുടി മാറുന്നതിൻ്റെ ഉത്സവം എൻ്റെ അറിവിൽ ഫൈനയിൽ 3-ാമത്തെ വയസ്സാണ്. അപ്പം ഇസ്മായിൽ അപ്പോൾ എത്ര വയസ്സ് കാണും? 14-ഉം 3-ഉം എത്ര? 17. കണക്കുകൂട്ട് അറിയില്ല, കാൽക്കുലേറ്റർ എടുക്കുന്നില്ല. 14-ഉം 3-ഉം 17 വയസ്സ്. ഈ 17 വയസ്സൊക്കെ കുറച്ച് ഇറങ്ങിപ്പോയിട്ട് അവന് മരിക്കാൻ കിടക്കുക. ഇവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ആകാ ദൈവത്തിന് ദൂതം നമുക്ക് പറഞ്ഞു, നീ പോയിട്ട് അവനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ. അപ്പം ഈ ഹാഗർ പോയിട്ട് ആരെ താങ്ങി പിടിക്കുന്നുണ്ട്? ശ്രദ്ധിച്ചോ? ആരെ പറഞ്ഞു? ആരാ? ഇസ്മായിൽ. ഞാൻ ഒരു കാര്യം ആദ്യമേ അങ്ങ് പറയുക, എന്നെ അറിയാവുന്നവരാണ് എല്ലാവരും. എന്നാൽ നമ്മൾ ഈ കത്തിൻ്റെ ഈ ഒരു പുറമ്പൂച്ചാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കര പെട്ടെന്ന് അത്തിട്ടാണ് ഒരാളാണ്. ഞങ്ങൾ ആരാധിക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്നെ സൂക്ഷിച്ച് നോക്കുക, ഇരിക്കാതിരിക്കുക, കുടിച്ച് കാണുക, പല്ല് കഴിക്കുക. ഇതൊക്കെ ഞാൻ അസ്വസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം തിരിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചിരിക്കുക. 17, 14, 3-ഉം 17 വയസ്സുള്ള കൊച്ചൻ താഴെ വീണപ്പം താങ്ങി എഴുന്നേൽപ്പിച്ചത് ആരാ? ആഗർ നമ്മ ഏതായാലും അത്രയും പ്രായമുണ്ടേ, 40 വയസ്സിന് നിങ്ങൾ കാണുമേ നേരത്തെ. എന്നാലും സത്യത്തിൽ 17 വയസ്സുള്ള ചെറുക്കനാണോ ആരോഗ്യം? അമ്മയ്ക്കാണോ ആരും? 17 വയസ്സുള്ള ചെറുക്കനാണ് ആരോഗ്യം, നിങ്ങൾക്കാണ് ആരും? ഇപ്പം പറയത്തില്ല, അവൻ എന്നോട് പഴയ പോലെ പിടിക്കാൻ എന്നോട് പിടിക്കും. 17 വയസ്സുള്ള ചെറുക്കനാണോ ആരോഗ്യം? അമ്മയ്ക്കാണോ? ചെറുക്കൻ. പക്ഷെ ചെറുക്കൻ ദേഹര ആരാ താങ്ങി എഴുതിയിട്ട്? അമ്മയാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം. കാരണം ഇപ്പോൾ ഈ പിള്ളേർക്ക് ഒരു പ്രശ്നമാണ്. ഈ പിള്ളേർക്ക് ആർക്കും മാനസികത. യേശുകർത്താവ് പറഞ്ഞു 3 മേഖലയിലാണ് പൈതൽ വളർന്നു. ഏത് വളർച്ചയാണ്? പൈതൽ വളർന്നു. ഏത് ഗ്രോത്താണ്? ഫിസിക്കൽ. ഞാൻ പറയണം, പെണ്ണ് തെറ്റിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അയ്യോട്ട് വിളിക്കാൻ ചെറുക്കൻ ഇല്ല. നമ്മൾ പോകട്ടെ കൂടെ ഒന്ന് പോയാൽ ഞാൻ അപ്പം എന്ന് പറയാറുണ്ട്, കാത് കുട്ടിയും പോയാൽ കടുക്കിലിട്ടോ വരുവിട എന്ന് പറയാനുള്ള തൻ്റെ കാണിക്കണ്ടേ? കാട് കിടക്കുക. അവനെ താങ്ങി എഴുന്നേൽപ്പിക്കണേ ആര് വേണം? നോക്കടാ, അറിയിക്കുക. വേറെ എനിക്ക് ഇഷ്ടമില്ലതും അമ്മ പോസ്റ്റ് അതിനെ കളഞ്ഞത്. എന്നാൽ പോലും അമ്മ തന്നെ പറയണം ഇതോ ചെയ്യണം. അപ്പോൾ സത്യത്തിൽ ഈ പിള്ളേരെ എല്ലാം താങ്ങി പിടിക്കാൻ ആർക്ക് കൈക്കരുത്ത് വേണം? അമ്മയ്ക്ക്. ഈ കൈക്കരുത്ത് അമ്മയ്ക്ക് കിട്ടിയ എവിടുന്നാണെന്നറിയാമോ? 14-17 വർഷം ആരുടെ കാഠിന്യമായിട്ട്? സാറായി. ഇപ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ കാഠിന്യങ്ങളാണ് മനക്കരുത്ത് തരുന്നത്. ജീവിതത്തിൻ്റെ കാഠിന്യങ്ങളെ എന്ത് തരത്തുള്ളൂ? മനക്കരുത്ത്. ഒന്ന് നാമം പറയാവുന്ന ഒരു നാമം പറയും. ആരും ഒറ്റയടിക്ക് വന്നവർ പടയേന്ന് കിടക്കും. ഞങ്ങൾ ഈ ഉപദേശിമാരൊക്കെ ഉണ്ടല്ലോ, നല്ലപോലെ എക്സ്പീരിയൻസ് ഉപദേശിമാർ.
ഈ മറ്റേ എല്ലാം ഇപ്പം ഇങ്ങോട്ട് വന്ന് സ്റ്റേജ് കലക്കി മൈക്കിലും കൂടെ അടിച്ച് തെറുപ്പിച്ച് തൊഴിച്ച് കഴിച്ച പോലുള്ളത് ദേവന്ന് ദാ പോയി പുറത്ത് വന്നാൽ കാണത്തില്ല. പക്ഷേ ഇരുത്തം വന്ന ഉപദേശന്മാരുണ്ട്. എന്തുകൊണ്ടാണ് അവർ നിൽക്കുന്നത്? അവർ കാഠിന്യത്തിൽ കൂടെ കടന്നുപോയി എന്തോ ടൈപ്പ് സാധനങ്ങളൊക്കെ ചിലപ്പോൾ സഭയിരിക്കും. എല്ലാത്തിനും സഹിക്കണ്ടേ എന്താണെന്ന് പറയാനുണ്ട്. നല്ലപോലെ സ്പീഡിൽ പ്രസംഗിച്ചാൽ കൈയടിക്കുന്നവർ, സ്പീഡിൽ പ്രസംഗിച്ചാൽ ഇഷ്ടം, ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ ഉറങ്ങുന്നവർ, ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ കേൾക്കുന്നവർ, അവരെ സന്തോഷിപ്പിക്കാൻ ശാന്തമാണ്. സ്പീഡ് വേണ്ടവർക്ക് സ്പീഡ്, ഇതെല്ലാം കൊടുക്കണം. ആര്? ഉപദേശി അല്ലേ? വേണം. ഞങ്ങളുടെ ഒരു പ്രാദേശിക സഭയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. ഉപദേശം ഇഷ്ടമില്ലാതെ ഉപദേശി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പുള്ളി എഴുന്നേറ്റ് പറയും ആശീർവാദം. പുള്ളി ഉടനെ എഴുന്നേറ്റ് പിതാവിൻ്റെ പുത്രൻ്റെ ആശീർവാദം. ആ പുള്ളിയെ പിന്നെ കൊടുക്കാൻ വേണ്ടി എൻ്റെ അപ്പനാണ് ഞാൻ ശരിയാണെന്ന് പറഞ്ഞിട്ടില്ലാണ് ആ പുള്ളി അത് വേറെ. എന്നാലും ഇതെല്ലാം ആരനുഭവിക്കണം? ഉപദേശി. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്നറിയാം. കൈക്കരുത്തുണ്ട്, മനക്കരുത്തുണ്ട്. ആരെയാ? എത്ര തളർന്നു നിൽക്കുന്നവനെ ആരെങ്കിലും ചേർക്കാം. ഇതൊക്കെ അങ്ങ് പോകും, ഈ കാറ്റും പോകും എന്ന് പറയാനുള്ള ഒരു കൈക്കരുത്തുണ്ടാകുന്നത്, മനക്കരുത്തുണ്ടാകുന്നത് ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. അവർക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്, പക്ഷെ അവർക്ക് താങ്ങിപ്പിടിക്കാനുള്ള കൈക്കരുത്തുണ്ട്. ആ കരങ്ങളൊന്നും ഉയർത്തി, കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി. പണ്ടത്തെ ആൾക്കാർക്ക് തഴമ്പുള്ള കൈകളാണ്. ഈ തഴമ്പ് കുറവാണെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് കൈകൾക്ക് കരുത്ത് കിട്ടുന്നത് ഒത്തിരി ദൈവകൃപയും ദൈവ അനുഭവങ്ങളിലൂടെ. അപ്പോൾ എന്തിനാ ഈ അനുഭവങ്ങളെല്ലാം കൊടുക്കുന്നത്? എന്തിനാ ഈ അനുഭവങ്ങളെല്ലാം കൊടുക്കുക? അടുത്ത തലമുറ ദയ കിടക്കും. അപ്പോൾ അവരോട് പറയണം, അങ്ങനെ ഇതാണെന്ന് പറയണം. അതിപ്പോൾ അമ്മയോട് അപ്പുറത്തോട്ട് കിടന്ന് എന്ത് കുറച്ച് തവണ കിടക്കുമ്പോൾ അപ്പുറത്തോട്ട് കയറി അമ്മയോ അയ്യോ ഓയ് എന്ന് പറഞ്ഞ് എന്തോ ചെയ്യാനാ? അവരെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ തമ്പുരാൻ ഒരു കരുത്തോട്. അങ്ങനെ അതിനെപ്പറ്റിയാണ് നമുക്ക് മലയാളത്തിൽ നല്ലൊരു മനോഹരമായ ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ തകർക്കുവാനോ നിന്നെ മുറിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുക്കുന്നല്ല. കോൺഗ്രസ് അറിയാമോ? എൻ്റെ സുഹൃത്താണ് സന്തോഷ്, അൽബനിയില അമേരിക്കയിലാണ്. സന്തോഷ് ബ്രദർ ഇപ്പോൾ പാസ്റ്റ. അദ്ദേഹം ദുബായിൽ ഓടിച്ച വണ്ടി അവിടെ എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ തദ്ദേശീയനായ ഒരാളെ ഇടിച്ച് അയാൾ മരിച്ചു. തദ്ദേശീയനായ ഒരാളെ ഇടിച്ച് വണ്ടി മരിച്ചപ്പോൾ ദുബായിലേക്ക് തൻ്റെ ജയിലിൽ കിടക്കുക. തൻ്റെ ജയിലിൽ കിടക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ മുഖത്തല പാസ്റ്റർക്ക് തൻ്റെ കുഞ്ഞ് ഹാർട്ടിന് ഓപ്പറേഷൻ കോളായിട്ട് വാലിന് പ്രശ്നമായിട്ട് കിടക്കുക. അപ്പോൾ അനിയന് വേണ്ടി പാടിയൊരു പാട്ട 9 വർഷം കിടക്കുന്നുണ്ടെന്ന് വിളിച്ചു. നിന്നെ തകർക്കുവാനോ നിന്നെ മുറിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. പക്ഷെ അത്ഭുതം നടന്നു കേട്ടോ. 5-ാം മാസം പുറത്തു വന്നു. ഇന്ന് അദ്ദേഹം ന്യൂയോർക്കിൽ 3 സഭകൾ എൻ്റെ കൂടെ ഉണ്ട്. പല ഭാഷകൾക്കാർ ആരാധിക്കുന്നു. എന്താ കാര്യം? 5 മാസം ജയിലിൽ കിടന്നപ്പോൾ കിട്ടിയൊരു പാട്ട ജ്യേഷ്ഠന് തനിക്ക് വേണ്ടി അനിയൻ എഴുതി കൊടുത്തു. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പഴുതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പാടറിടല്ലേ കണ്ണുനീരും ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണ്. ഈ അമ്മ ഗർഭിണിയാണ്. ഗർഭിണി പൊതുവെ ബലഹീനയാണ്. ഗർഭിണികളോട് പരാക്രമം പാടില്ലെന്ന ഗർഭിണികൾ ബലഹീനയാണ്. ഈ സ്ത്രീ ഗർഭിണിയായ സ്ത്രീ ഓടിപ്പോയി മരുഭൂമി. അവളോട് വന്നിട്ട് ദൂതം പറയുന്ന ചോദ്യമുണ്ട്. നീ എവിടെ പോവുകയാണ് ചോദിക്കുന്നത്. ഞാൻ യജമാനത്തെ വിട്ട് ഓടിപ്പോവുകയാ. 9-ാം വാക്യം. യഹോവയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക. യഹോവയുടെ ദൂതൻ പിന്നെയും അതിൻ്റെ കാരണം വന്നാൽ പറഞ്ഞു അവളോട്, ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഗർഭിണിയെ, നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾപ്പുകൊണ്ട് അവന് ഇസ്മായിൽ എന്ന്. അവൻ കാട്ടുകഴുതെ പോലെ മനുഷ്യനായിരിക്കും.
വചനങ്ങൾ പറയുക 13-ാം വാക്യത്തിൽ ഈ സ്ത്രീ അപ്പം ഗർഭിണി പറയുന്ന ഒരു വാക്കുണ്ട്, പരിഭൂമിക്കുണ്ട്. എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ കൊടുത്തു. അറിയാവുന്ന വാക്യമാണ്, ദൈവമേ നീ എന്നെ കാണുന്നു. ആ ദൈവത്തിന് ആഗർ വിളിച്ച പേര് എൽ റോയി എന്നാണ്. ELROI. ദൈവമേ നീ എന്നെ കാണുന്നു. അപ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിക്കുന്നു. ആ ദൈവത്തിൻ്റെ പേരെന്താ? എൽ റോയി, എന്നെ കാണുന്ന ഒരു ദൈവം. സൂര്യൻ്റെ മരുഭൂമിയിൽ നീരറിവിനരികെ ഒരു ഗർഭിണി കിടക്കുക. ആര് കാണാനാ? പക്ഷേ അവൾ പറയുന്നു, ഒറ്റയ്ക്ക് മരുഭൂമിയിൽ ഞാൻ കിടക്കുമ്പോഴും എന്നെ കണ്ട ഒരുവനുണ്ട്. അവൾ ആ ദൈവത്തിന് വിളിച്ച പേര് എൽ റോയി, എന്നെ കാണുന്നവൻ. കരമടിച്ച് സ്തുതിച്ചേ. എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം. ഹല്ലേലൂയ. എന്നെ കാണുന്ന ദൈവം. രാത്രി ആ ദൈവത്തിൻ്റെ പേര് എന്നെ കാണുന്നവൻ. പേർക്ക് വിശ്വാസത്തോടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചു. നെഞ്ചത്തോടെ കൈവച്ചിട്ട് പറയാം, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണും. ഒത്തിരി ഇൻറ്റിമസിയായിട്ട് പറഞ്ഞേ, എന്നെ കാണുന്ന ദൈവം. എവിടെ കിടന്നാലും കാണാം, ആരും കാണാനില്ലാത്തടത്ത് കാണും, ആരും കാണാത്തപ്പോഴും കാണും. അതുകൊണ്ടാണ് ഭക്തൻ പാടുക, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ഓ എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുള്ളതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുള്ളതിലുല്ലാസമേ. പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന് ഹാഗർ ദൈവത്തിനിട്ടൊരു പേരാണ്. അവൾ യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു. ഉറക്കെ പറഞ്ഞേ, ദൈവമേ നീ എന്നെ കാണുന്നു. എൽ റോയി, എന്നെ കാണുന്ന ഒരു ദൈവം. പറയട്ടെ, ആരും കണ്ടില്ലെങ്കിലും, ആരും കാണാനില്ലാത്തപ്പോഴും, കാണേണ്ടവർ കാണാതെ പോകുമ്പോഴും, കണ്ടിട്ട് കാണാതെ പോകുമ്പോഴും കാണുന്ന ദൈവം. ദൈവത്തിൻ്റെ പേര് എൽ റോയി, എൽ റോയി, എൽ റോയി, എൽ റോയി. വീണ്ടും കാലം മുമ്പോട്ട് പോവുകയാണ്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാണ്. നമ്മൾ പറയുന്ന ഒരു പേരും. അബ്രഹാം 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിനെ പ്രത്യക്ഷനായി. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ എത്ര വയസ്സാണ്? 86. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എത്ര വയസ്സാണ്? 99. ഈ 13 വർഷത്തിനിടയ്ക്ക് ആര് തന്നെ മിണ്ടിയില്ല, ആര് സംസാരിച്ചില്ല. അബ്രഹാമിനോട് ആരും സംസാരിച്ചില്ല. ദൈവം അബ്രഹാമിനെ സംബന്ധിച്ച് ഭയങ്കര ഗ്യാപ്പാണ്. നമ്മളെ സംബന്ധിച്ച് 13 30 വർഷം ദൈവം നമ്മൾ അറിയിക്കില്ല. പക്ഷെ അങ്ങനല്ല ഈ പിതാവ്. എന്നിട്ട് രാവിലെ എങ്ങോട്ട് പോകണമെന്ന് ആരാ പറയുക? കൂടാരം അടിക്കാനും കൂടാരം പോക്കാനും നടക്കാനും എല്ലാം പറയുന്ന ആരാ? ദൈവം. ആ ദൈവം 13 വർഷം മിണ്ടിയില്ല. കാരണം എന്താണെന്നറിയാം? ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാതെ ആരും കുഞ്ഞുണ്ടാകാനെത്തി ആകാതെ 13 വർഷം മിണ്ടിയില്ല. പക്ഷെ കൂട്ട് വെട്ടിയത് കർത്താവാണെന്ന് കൂട്ടുകൂടാൻ വീണ്ടും വന്നാരാ? അതാണ് കർത്താവ് നിർത്തിയത്. 13 വർഷം മിണ്ടായിരുന്നിട്ട് വീണ്ടും മിണ്ടാൻ വന്നാരാ? ദൈവം. അബ്രഹാമിനോട് പറഞ്ഞു, 99 വയസ്സായി, ഞാൻ ആരാണ്? സർവശക്തിയുള്ള ദൈവമാണ്. ഒക്കെ പറഞ്ഞ് ആരാണ്? സർവശക്തനായ ദൈവം. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പേര് അവിടെ വരികയാണ്, എൽ ശദായി, സർവശക്തൻ. എന്താ? മോർ ദാൻ ഇനഫ്.
നിന്റെ പരിമിതിയാണ്, നിനക്ക് 99 വയസ്സായി, പക്ഷേ നിന്റെ പരിമിതിയെ കവിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് സർവശക്തൻ, എൽ ശദായ്. ഉറക്കെ പറഞ്ഞേ, സർവശക്തൻ. അപ്പോൾ അബ്രഹാമിനെ ദൈവം പരിചയപ്പെടുത്തി കൊടുത്തു. ആ ദൈവത്തിൻ്റെ പേരെന്താ? സർവശക്തൻ. അങ്ങനെ ആര് ജനിച്ചു? ഇസാക്ക് ജനിച്ചു. കാലം മുമ്പോട്ട് പോവുക, ജനിച്ചു. ഇടയ്ക്കൊരു പേരുണ്ട്, ഒന്ന് തിരിച്ചു വന്നു. അങ്ങനെ ഇസാക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ വന്നു. ഇസാക്ക് വൃദ്ധനായി, അവരുടെ കണ്ണ് കാണാൻ വഴിയാതെ വന്ന് കണ്ണ് മങ്ങി വൃദ്ധനായി. ഈ വൃദ്ധൻ ഒരാഗ്രഹമൊക്കെ പറഞ്ഞു, ഒരു ഇച്ചിരി കാട്ടിറച്ചി വേണം. ഏശാവ് പോയി. ആദ്യം ശരിക്കും ആർക്കായി കൊടുക്കേണ്ടത് ഏശാവിനാണ്. പക്ഷേ യാക്കോബ് ഇതിനിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച്, ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം. ചേട്ടൻ അനിയനെ കൊല്ലുന്നത് മനസ്സിലായി. കണ്ണ് കാണാത്ത അപ്പൻ ഈ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇളയ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഓടിപ്പൊക്കാൻ പറഞ്ഞു, നീ പോകണം, നീ പോയിട്ട് എൻ്റെ അമ്മാത്തിൻ്റെ അടുത്ത് ചെല്ലണം, അങ്ങനെ നിൻ്റെ ചേട്ടൻ ഒരു പക്ഷേ നിന്നെ കൊല്ലും, നീ ഓടിപ്പൊക്കണം. എന്ത് വയ്യ അപ്പനെ, ഒരു വയ്യ, എന്ത് വയ്യ, കണ്ണ് കാണും, പ്രായമായി, മോനെ ഓടിപ്പോവാ. ഇനി ഒരിക്കലും ചിലപ്പോൾ അവനെ കാണത്തില്ല. ഇനി ഒരിക്കലും ഒരു പക്ഷേ ഈ അപ്പൻ ആരെ കാണത്തില്ല. പക്ഷെ ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, 28-ന്റെ 3 സർവശക്തനായ ദൈവം എന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. കണ്ണ് കാണാത്ത അപ്പൻ മോനോട് പറയുകയാണ്, ഓടിപ്പോകുമ്പോൾ ഇനി അവനെ കാണുമോയെന്ന് അറിയത്തില്ല, നീ ഓടിപ്പോക്കോ, നീ തെറ്റ് ചെയ്തു, പക്ഷെ പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്, ആരാ? സർവശക്തൻ. ഇത് ഇസ്ഹാക്കിന് കിട്ടിയത് എവിടെ നിന്നായിരിക്കും? അബ്രഹാമിൽ നിന്നായിരിക്കും. അപ്പന് വലിയ 99 വയസ്സായപ്പോൾ ദൈവം അപ്പനെ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ആരാ? സർവശക്തൻ. യാക്കോബോട് പറഞ്ഞു. യാക്കോബ് അങ്ങനെ ഓടിപ്പോയി. പക്ഷെ ഓടിപ്പോയി യാക്കോബ് തകർച്ചകളോടൊക്കെ പോകുന്നുണ്ട്. റാഹേലിനെയൊക്കെ കല്യാണം കഴിക്കുന്നു. നമുക്ക് ആ ചരിത്രങ്ങൾ അറിയാം എന്നുള്ള വിശ്വാസത്തിലാണ്. അവസാനം തിരിച്ചു വരുന്നു. 12 മക്കള്. യോസഫ് പോകുന്നു. പിന്നെ അവസാനം ഇസ്രായേൽ വരുന്നു. അവിടെ വലിയ ആൾക്കാരൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൻ്റെ കണ്ണ് പറ്റിയാതെ ഈ യാക്കോബിൻ്റെ കണ്ണ് കാണാതെ കണ്ണ് മങ്ങി കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 48-ാമത്തെ അധ്യായത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്കുണ്ട്. യോസഫ് യാക്കോബിനെടുത്ത് തൻ്റെ മക്കൾ മനസ്സേ എത്രയുമായിട്ട് വരികയാണ്. 48-ന്റെ 2 കണ്ടോ? ഉൽപ്പത്തി 48-ന്റെ 2 ശ്രദ്ധിക്കണേ. നിന്റെ മകൻ ജോസഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ, യാക്കോബാണ് പേര് മാറി, ഇസ്രായേല തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിന്മേൽ തന്നെത്താൻ ഉറപ്പിച്ചു. കണ്ണ് കാണാത്ത അപ്പനാ. നിങ്ങൾ ചിന്തിച്ചാൽ മതി. പാർക്കിൻസൺസ് കാണും, കൈ വരയ്ക്കുന്നുണ്ട്, ഇരുത്തിയ താഴെ പോവും. പിടിച്ചിരുത്തുമ്പോൾ താഴെ പോകുന്ന അപ്പന്മാരെ കണ്ടിട്ടുണ്ടോ? അവർ താങ്ങിയില്ലെങ്കിൽ എവിടെ പോവും? താഴെ പോവും. അപ്പോൾ ഈ കണ്ണ് കാണാത്ത വയസ്സൻ യാക്കോബ് കൈ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ജോസഫിനോടും മക്കളോടും 12 മക്കളെ വിളിച്ചുകൂട്ടി പറയുകയാണ്. യാക്കോബിലെ ജോസഫിനോട് പറഞ്ഞു, ഈ ഒരു എൽശദായി ഉണ്ട് എൻ്റെ അപ്പൻ, 28-ാം അധ്യായത്തിൽ ഞാൻ ഓടിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു അപ്പൻ, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ച് സന്താന പുഷ്ടിയുള്ളവനായി പെരുകും. പ്രായമുള്ളൊരപ്പൻ ഓർമ്മയിലേക്ക് തികഞ്ഞെടുക്കുക. കണ്ണ് കാണുന്നില്ല, കൊച്ചുമക്കളോട് സംസാരിക്കുക, അത് കഴിഞ്ഞ് കട്ടിലിനെ കാല് കയറ്റി വെച്ച് മരിക്കുക. മരണത്തിന് തൊട്ട് മുമ്പ് ഓർമ്മ തികഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഓടിപ്പോയപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, നിനക്കൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പേര് സർവശക്തനാണ്. സർവശക്തനാണ്. പക്ഷെ ഞാൻ ആ ദൈവത്തെ കണ്ടു. യാക്കോബ് കണ്ടു കാണാത്ത യാക്കോബ് ഒരു പക്ഷേ ഓർമ്മയെ കാണും. ആ ദൈവം എന്നെ കണ്ടു. എവിടെ വെച്ചെന്നറിയാമോ? 28-ാം അധ്യായത്തിൽ അപ്പം പറഞ്ഞ് പൊക്കോളം അങ്ങനെ 4-ാം തെറ്റി സൂര്യൻ അസ്തമിച്ചു. കല്ലെടുത്ത് തലയണയായി വെച്ച് തല വെച്ച് കിടന്നു. നിങ്ങൾക്ക് ഉറക്കം തരത്തില്ല കേട്ടോ. കല്ലെ കിടന്നോ തല വെച്ച ഉറക്കം വരുമോ? ഇല്ല. അങ്ങനെ എടുക്കുമ്പോൾ ഓടി വെക്കുമ്പോൾ സൂര്യനെയാ, ഭൂമിയാ, ദിവസം ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ആരില്ല.
അപ്പോൾ ഒരു കോറണി കണ്ടു, സ്വർഗത്തോട് കിട്ടുന്ന ഒരു കോറണി. അവിടുന്ന് ദൈവം വന്നു. ദൈവം വന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ പിതാവിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവമായ യഹോവയാകുന്നു. യാക്കോബ് ആ സ്ഥലത്തിന് പേരിട്ടു, ലൂസ് എന്നുള്ള പേര് എന്താക്കി, ബഥേൽ എന്നാക്കി. ആ ദൈവത്തെ 48-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ഓർത്തിട്ട് പറയാണ്, എനിക്കൊരു ദൈവത്തെ അറിയാം. ഞാൻ ഓടിപ്പോയപ്പോൾ എവിടെ വെച്ച്, ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി സർവശക്തനായി ദൈവം എന്നെ അനുഗ്രഹിച്ചു. വീണ്ടും യാക്കോബിന് ഓർമ്മ ആ സർവശക്തനായ ദൈവത്തെ. അതെന്നറിയാമോ, തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണ്. യാക്കോബിന് 2 ഭാര്യമാരായിരുന്നു, ആരൊക്കെയാ, റാഹേലും ലേയയും. ലേയയ്ക്ക് മക്കളുണ്ടായി, റാഹേലിന് മക്കളില്ലായിരുന്നു. റാഹേലും ദൈവം ഗർഭം തുറന്നു, മക്കളെ കൊടുത്തു. തന്നേറെ ഇഷ്ടപ്പെട്ട ഭാര്യ മരിക്കുമെന്ന് യാക്കോബിന് അറിയിച്ചില്ല, മക്കളെടുത്തില്ല. അവളും ഗർഭിണിയാണ്. ആഗർ ഗർഭിണിയായിട്ട് ചൂരിൽ വെച്ച് ദൈവം പറഞ്ഞു, ഗർഭിണിയെ കണ്ടൊരു ദൈവം, എപ്പോഴും ദൈവം അനാഥരുടെ ദൈവമാണ്, വിധവമാരുടെ ദൈവമാണ്, ഗർഭിണികളുടെ ദൈവമാണ്, സാധുക്കളുടെ ദൈവമാണ്. ഇവിടെ യാക്കോബിന്റെ ഭാര്യ റാഹേൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അറിയില്ലായിരിക്കാം, യാക്കോബിന് അങ്ങനെ അറിയില്ല. പക്ഷേ 35-11 വന്നിട്ട് പറയുന്നു, ദൈവം പിന്നെയും യാക്കോബിനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. 35-11 നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക, ഒരു ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അടുത്തത്, രാജാക്കന്മാർ നിന്റെ കളിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കും. റാഹേൽ ഗർഭിണിയാണ്. ദൂത് പറഞ്ഞു, സർവശക്തനായ ഞാൻ ആരുദ്ഭവിക്കും, രാജാക്കന്മാർ എന്ന് പറഞ്ഞ് ആരാ, രാജാക്കൻ. പ്രവചനം കേട്ടു, രാജാക്കന്മാരെ ഉത്ഭവിച്ചു. എൻ്റെ ഭാര്യ, ഞാൻ സർവശക്തനാ, എൻ്റെ ഭാര്യയുടെ വയറ്റിൽ രാജാക്കന്മാർ ഇതെല്ലാം കേട്ടു. അടുത്ത നിമിഷം ആരോ 2 വർഷം കഴിഞ്ഞിട്ട് റാഹേൽ മരിക്കാൻ നേരത്തെ സ്ത്രീ കർമ്മി പ്രസവിക്കും പറഞ്ഞു, നീ മരിച്ചു പോകും. മരിച്ചു പോകുന്നു പറഞ്ഞപ്പോൾ അമ്മ മരിക്കുന്നതിന് മുമ്പ് ജനിച്ച കുഞ്ഞിന് പേരിട്ടു ബെനോനി, സങ്കടത്തിൻ്റെ പുത്രൻ. അമ്മയില്ലാതെ വളരും. പക്ഷെ അപ്പനോട് ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തനറിയോ, എൻ്റെ ഭാര്യ മരിച്ചാൽ അവൻ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പം പേര് മാറ്റി ബെനോനി എന്നുള്ളവൻ എന്തെന്ന് പേരിട്ടു, ബെന്യാമിൻ്റെ പേര്. ബെന്യാമിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ, വലം കൈയുടെ പുത്രൻ, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കും. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഭാര്യ മരിച്ചൊരു കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ അതിനെ തൊട്ടു മുമ്പ് തമ്പുരാൻ പറഞ്ഞു, തകലല്ലേ, ഭാര്യ മരിച്ചാലും തകലല്ലേ, ഞാൻ സർവശക്തനായ അയ്യോ എൻ്റെ കളിപ്രദേശത്തുനിന്ന് ആരുദ്ഭവിക്കും. രാജാക്കന്മാരില്ല, നാടുകളാ. കാലം മുമ്പോട്ട് പോയി, ഒത്തിരി വർഷം പോയപ്പോൾ അഭിഷേകം ചെയ്യാൻ പോവുക. അറിയാ, ശൗലിനെയാ. ഏത് ഗോത്രമാ? ബെന്യാമീൻ ഗോത്രത്തിൽ രാജാക്കന്മാർ നിന്റെ കട്ടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ കുറിച്ച്, ആ കുഞ്ഞിനെ കരത്തിലെടുക്കുന്നതിന് മുമ്പ് അപ്പനോട് ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തൻ. കരമടിച്ച് സ്തുതിച്ചിന് രാത്രി ദൈവത്തെ ആരാധിച്ച് സർവശക്തൻ, ഞാൻ സർവശക്തൻ. അമ്മ മരിച്ച കുഞ്ഞിനെ കണ്ടിട്ട് പേരിട്ടു, നീ സങ്കടത്തിന്റെ പുത്രൻ. പക്ഷേ അപ്പം പേരിട്ടു, അല്ല, നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തനാ, ആ ദൈവം നിന്നെ വലം കൈക്ക് പിടിക്കും. അമ്മയില്ലാത്ത കുഞ്ഞിന്റെ വലങ്കരത്തെ പിടിച്ചിട്ട് അവൻ പറഞ്ഞു, ഇവൻ ബെനോനി അല്ല, ഇവൻ ബെന്യാമീനാ. കാരണം എന്നോട് പറഞ്ഞത്, ലൂസിൽ വെച്ച് ഓടിയേക്കുന്ന ശൂന്യതയിൽ കല്ല് തലയിണയായി കിടക്കുമ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് കൊണ്ട് എന്നെ അനുഗ്രഹിച്ച ഒരു എലിശദായിയുണ്ട്. കണ്ണു കാണാത്ത അപ്പൻ എന്നോട് പറഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവം ഈ കുഞ്ഞിനെ വലങ്കരം പിടിക്കും. എബ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു തോറും. പ്രിയൻ വലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷം
സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ പ്രതികൂലമാനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമാനവധി പ്രിയൻ പോറ്റിടൂ നടത്തിടൂ അന്ത്യം വരെ പ്രിയൻ പോറ്റിടൂ നടത്തിടൂ അന്ത്യം വരെ ചന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട ചന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട നിന്നോട് കൂടെ അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും എന്നോട് കൂടെ അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വിടുവിക്കും പ്രതികൂല ഏറ്റവും സ്നേഹിച്ച ഭാര്യ ഗർഭിണിയായ മകൻ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഒരപ്പൻ എന്ന നിലയിൽ യാക്കോബ് സന്തോഷിക്കുക. അകവിലുള്ളം തുള്ളിച്ചാടുക. ഭാര്യയ്ക്കും തമ്പുരാനറിയാവുന്ന മരിക്കുമെന്ന്. അതിനു മുമ്പ് യാക്കോബിനെ ബലപ്പെടുത്തേണ്ടത് തമ്പുരാന്റെ ആവശ്യമാണ്. പ്രതിസന്ധികൾക്ക് മുമ്പ് ദൈവശബ്ദം ലഭിക്കും. എന്തിനാ? ഭക്തനവർ തളർന്നു പോകാതിരിക്കാൻ. കരമടിച്ച് സ്തുതിച്ച് പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് ദൈവം ഇടപെടും. വചനത്തിലൂടെ അങ്ങയുടെ ദാസന്മാരിലൂടെ നീ തളരല്ലേ. രാജാ 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 റീഖ രാജാ എല്ലാവരും സ്തുതിച്ച് ആരാധിക്കേ. ശക്തമായ മഴയാണ്. എന്നാലും ഈ പന്തലിനകത്ത് അനുഭവിക്കുന്ന ആത്മമാലിന്യ എന്റെ ദൈവം നിന്നെ തകർക്കാനല്ല. അതുകൊണ്ട് തന്നെ അപ്പം കുഞ്ഞിന് പേരിട്ടു. ഇവൻ ബെനോനിയല്ല, വലക്കരം പിടിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് എവിടുന്ന വിദ്യ? അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ കൈവെടുത്തിട്ട് പറഞ്ഞു, ഇവനെ താങ്ങി പിടിക്കാൻ അമ്മയുടെ കൈയില്ല, ഇവനെ കാലത്ത് പാടാൻ അമ്മയില്ല, ഇവനെ പാല് കൊടുക്കാൻ അമ്മയില്ല. പക്ഷെ എന്റെ ദൈവം പറഞ്ഞു, ഞാൻ സർവശക്തനാ, അവൻ വലങ്കരം പിടിക്കും. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഓ പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഓ എന്റെ ദൈവം സ്വർഗസിംഹാസനത്തിൽ
വിധവയ്ക്കു കാന്തനും സാധുവിനപ്പനുമെല്ലാവർക്കുമെല്ലാവൻ കർത്താവത്രേ. ഓ എന്റെ ദൈവം സ്വർഗ്ഗസിംഹാസനം തന്നിലെന്നിൽ എന്നെയോ തീടുന്നു. എല്ലാവരും പായിൽ കണ്ടു കാണാതെയും പോകുന്നവർ ആരും സഹായമില്ലെല്ലാവരും പായിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിനുല്ലാസമേ. കല്യാണശാലയിലെന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരും എന്നിലുല്ലാസകാലം ശീഘ്രം വരുമെന്റെ കാന്തൻ വരും എന്നിലുല്ലാസകാലം പ്രതിസന്ധിയുടെ മുമ്പില് ദൈവശബ്ദം, പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു ദൈവശബ്ദം. കാരണം തന്റെ ഭക്തൻ കടന്നു പോകാൻ തമ്പുരാൻ ഇഷ്ടമില്ല. അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭ്രാന്ത് പിടിക്കലും ദൈവത്തിന് നിർത്തുന്നുണ്ട്. പറയണം, കുഞ്ഞ് ബെനോനി അല്ലാന്ന് ബെന്യാമീനാണെന്ന് അവന് പേരിടണമെങ്കിൽ അതിനു മുമ്പ് കേട്ട ദൈവശബ്ദമാണ് അതിന് കാരണമായത്. ഈ രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ കുഞ്ഞിൻ്റെ വലങ്കരത്ത് ദൈവം പിടിക്കുന്നു? അവരെവിടെ ആയാലും അവർ ബെനോനിയല്ല, അവരുടെ വലങ്കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ അറിവ് എങ്ങനെയാ കിട്ടിയത്? എഞ്ചപ്പന് കൊടുത്തൊരു അറിവാ. ആ ദൈവം ഇടപെട്ടുകൊണ്ടേയിരുന്നു. ദൈവമേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ആ ദൈവം ഇടപെടുന്നുണ്ട്. എവിടാന്നറിയാമോ? പുസ്തകം 43-ാമത്തെ ആയത്തിൽ ഈ കുഞ്ഞിനെ കൂടെ തിരിച്ചു കൊണ്ടുവരുവാൻ ജോസഫ് പറഞ്ഞു വിടുക. ജോസഫ് പോയി അപ്പൻ എവിടാന്നറിയും. അവനെ കൂടെ കൊണ്ടുവന്നാലേ ഇവനെ വിടത്തുമെന്ന് പറഞ്ഞൊക്കെ ഉള്ളൊരു സംഭവം നിങ്ങൾക്ക് അറിയാം, അറിയില്ലേ? അതിനുവേണ്ടി ബെന്യാമീനെ കൊണ്ടുവരാ, ഇവനെ കൊല്ലണം ഒക്കെ. ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ അവസാനം നിവൃത്തിയില്ലാതെ പറയുന്ന ദൈവമുണ്ട്, നിങ്ങൾ അവനെ കൊണ്ടുവെക്കോ. 43:44 അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെ ബെന്യാമീനെയും നിങ്ങളോട് അയക്കേണ്ടത് സർവശക്തിയുള്ള ദൈവം നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. ഇപ്പൊ കാലം മുമ്പോട്ട് പോയി. ജോസഫ് അടിമയല്ല, ജോസഫ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണ്. കാലകാലത്ത് അവിടുത്തെ ഏറ്റവും വലിയ ആളാണ്. ഇതെല്ലാം കണ്ടും കേട്ടും കണ്ണു കാണാത്ത വയസ്സിൽ ഓർമ്മയുടെ ചെപ്പിലേക്ക് നോക്കി കട്ടിലെ കൈവെച്ചിട്ട് എബ്രാഹിമിനും മനുഷ്യരോടും പറയുന്നു, മക്കളെ, എനിക്കൊരു ദൈവത്തെ അറിയാം. ലൂസിൽ വെച്ച് എനിക്ക് വെളിപ്പെട്ട ഒരു ദൈവം, ദൈവത്തിന്റെ പേര് എൽ ശദ്ദായി. എൽ ശദ്ദായി. കരമടിച്ചൊന്ന് സ്തുതിച്ച് എല്ലാവരും ആരാധിക്കണം. ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി, ആ ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ഈ രാത്രിയിൽ ഓരോ മൺകൂടാരങ്ങളും അനുഭവിക്കണം. നമ്മുടെ ശരീരാത്മ ദേവിയും അനുഭവിക്കണം.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൽശദായിയായ ദൈവം, എൽശദായിയായ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 21-ാമത് അധ്യായത്തിലേക്ക് എത്തുകയാണ്. 21-ാം അധ്യായത്തിൽ എത്തുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഇസാഖ് ജനിക്കുമ്പോൾ നല്ല പ്രായമുണ്ട്. അബ്രഹാം വാർദ്ധക്യത്തിലാണ് ദൈവം അവനോട് അള്ളിച്ചേർന്ന അവധിക്ക് സാറാ ഗർഭം ധരിച്ച ഒരു മകനെ ഇസാഖ് എന്ന് 22-ാം. ഞാൻ ഈ അബ്രഹാമിനെ ഇങ്ങനെ ചിന്തിക്കാറ്. അബ്രഹാമിനെ ദൈവം പരീക്ഷ പറഞ്ഞ് നീ പോയിട്ട് എൻ്റെ കുഞ്ഞിനെ കാണാൻ കഴിയും. ആരോടാ പറഞ്ഞേ? അപ്പനോട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അബ്രഹാം ഇത് സാറയോട് പറഞ്ഞതാണ്? അബ്രഹാം ഇത് സാറായിട്ട് പറഞ്ഞതാണ്? ഇല്ല, പറഞ്ഞ കൊച്ചിനെ കൊണ്ട് വിടുവോ? പറഞ്ഞായിരുന്നു കൊച്ചിനെ കൊണ്ട് പോകുന്ന അബ്രഹാമിനെ കളിക്കാതെ കൊണ്ടാൽ പറഞ്ഞില്ല, പറയാനൊക്കെ. എന്നാൽ തിരിച്ചു ചെല്ലുമ്പം മകൻ ഇല്ലെങ്കിൽ ഈ അപ്പൻ എങ്ങനെ കിട്ടും? ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. കേന്ദ്രാവസ്ഥ കാലപ്പെട്ട രാജൻ മനസ്സിൽ കിടപ്പുണ്ട്. അതിനുശേഷം അമ്മ ഓരോ പ്രായത്തിലുള്ള മക്കളെ കാണുമ്പോൾ അപ്പനെ പിടിച്ച് കുടിക്കും. പ്രായത്തിലുള്ള എല്ലാവരും കെട്ടി എല്ലാവരും അടുത്ത് ഇരിക്കുക. ഒരു ചെറുക്കൻ്റെ കല്യാണത്തിൽ ഇല്ല രാജനെ വിടാം. ഇവിടെ അമ്മ അവരിപ്പോഴും കെട്ടി എന്ന് വായിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ അപ്പുറം അങ്ങനെ ഇല്ലാതെ തിരിച്ചു വന്നു താഴെ എന്തോ പിന്നെ അപ്പുറം കാര്യം കൊണ്ടുപോയതാണ്. തിരിച്ചൊക്കെ കള്ളം പറയാൻ നമുക്ക് കയറിപ്പോയി. കയറി പോകുന്ന വഴിക്ക് ഈ മോഹൻ തലയിലോട്ട് എടുത്തു. എല്ലായിടത്തും പോകുമ്പോൾ വഴിക്ക് മോഹൻ ചോദിച്ചു അപ്പോഴാ അപ്പ എല്ലാം ഉണ്ട്, തീയുണ്ട്, വിറകുണ്ട്, പക്ഷെ എന്തോ ഇല്ല. ദേവനായി കാണും. നാട്ടുപറ്റൻ ആരാ? നാട്ടുപറ്റൻ ആരാ? അല്ല പക്ഷെ ഒന്ന് ഓർത്തു. 75 വയസ്സ് ഇന്നസൊപ്പ് അവിടുന്ന് വിളിച്ചിറക്കുക മുതൽ ഇപ്പോൾ 117 വയസ്സ് കാണും. 17 വയസ്സ് കാണും. ഒരു അരനൂറ്റാണ്ടടുക്കാറായി ഈ ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട്. ഒട്ടും സംശയമില്ലാതെ പറഞ്ഞു മോനെ യഹോവ. അതാണ് അതിന് ഏറ്റവും വലിയ അത്ഭുതം എന്താ പറയുക? യഹോവ തനിക്കാണ്. വാക്കെല്ലാവരും പറഞ്ഞേ എന്ന് പറഞ്ഞ ഇസാഖേ, നിന്റെ ആവശ്യം എൻ്റേതല്ല, അവൻ്റേതാ. നിനക്ക് വേണ്ടി കരുതേണ്ടത് നിന്റെ ആവശ്യമല്ല, യഹോവ തനിക്കായി. അങ്ങനെയല്ലേ ചിന്തിക്കുക? 22-ാം അധ്യായത്തിൽ വഴിയാണ് ദൈവം തനിക്ക്. എല്ലാവരും വാക്കെന്ന് പറഞ്ഞേ, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടുംകുട്ടിയെ എൻ്റെ ആവശ്യം എൻ്റേതല്ല ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ കഴിയുന്നവർ. ന്യായമായി നമ്മുടെ ആവശ്യങ്ങളുണ്ടല്ലോ, നമ്മുടേത് മാത്രമല്ല, തമ്പുരാൻ്റെ ആവശ്യമാണ്. തമ്പുരാൻ്റെ ആവശ്യമാണ്. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടുംകുട്ടിയെ കരുതിക്കൊള്ളും. അവിടെ ചെന്ന് കൊച്ചിനെ കിടത്തി കത്തിയെടുത്തു കഴുത്തെ കുത്താൻ തുടങ്ങുക. അതായിരിക്കും. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം. പെട്ടെന്നൊരു ശബ്ദം, അബ്രാമേ അബ്രാമേ കാലിൻ്റെ മേല് കൈവെക്കൽ. അബ്രഹാം തല വെച്ച് നോക്കിയപ്പോൾ കൊമ്പ് കാട്ടിക്കുഴിയും കിടക്കുന്ന ഈ പുസ്തകം ചരിത്രമല്ല കേട്ടോ. ഒരു ചരിത്ര പുസ്തകത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുന്നവരല്ല വേദപുസ്തകം ചരിക്കുന്നത്. ഈ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ചരിത്രത്തിൽ ഇടപെടുമെന്നുള്ളതാണ്. ചരിത്രം പെട്ടെന്ന് കത്തിയെടുത്തു. കുത്താൻ ആഞ്ഞപ്പോഴാണ് കണ്ടത്. തലപൊക്കി നോക്കിയപ്പോൾ ഒരു കൊമ്പ് കാട്ടിക്കുരുങ്ങി ഒരാൾ കിടക്കുന്നു. എൻ്റെ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. കഴുത്തിനും കത്തിക്കും ഇടയിൽ പ്രവർത്തിക്കും. കഴുത്തിനും കത്തിക്കും ഇടയിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. കഴുത്തിനും കത്തിക്കുമുണ്ട്. അവരാ സ്ഥലത്തിന് പേര് തിരിച്ചെങ്ങനെ പേര് നിങ്ങൾ ഓർമ്മ വയ്ക്കേ. ഈ അബ്രഹാം എങ്ങനെ തിരിച്ചു വരും? അതുപോലെ അടിച്ചാവും തിരിച്ചു വരാനും
തിരിച്ചു വരുമോ? ഭാര്യ പോയി അവിടെ നെഞ്ചു പൊട്ടി ചത്തുപോയി. എന്റെ നമ്പരാന്നെ അമ്മോന് കഴിഞ്ഞിട്ടു. അവൻ തനിക്കൊരു ഹോമയാഗത്തിന് അവൻ ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഈരെ, കരുതുന്ന ദൈവം. അവിടെ നാമം ബലമുള്ള തോന്നും. നമ്മുടെ നാടിനടുത്താണ് ആ പാട്ട് പാടാനുള്ള കാരണം. ഒരു ഗുണമുണ്ടായിരുന്നു. മോള് അപ്പാസം മരിച്ചുപോയി. എരുമേലി കിടന്ന വാടക വീട്ടിൽ ഇറക്കി വിട്ടു. ഇറക്കി വിട്ടപ്പോൾ മഴ പെയ്യുക. ആ എരുമേലി എൻ്റെ ഓർമ്മയിൽ എരുമേലിക്കുള്ള ആ കഴിഞ്ഞുള്ള വലത്തോട്ട് മുക്കുന്നതൊക്കെ അവിടെ നിന്ന് എവിടെയോ ഇറക്കി വിട്ടു. വാടക കുറിച്ച് കുറേ നാളായപ്പം വീട്ടുകാർ ഇറക്കി വിട്ടു. സാധനം എന്താ കിടക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു പോസ്റ്റിൽ ഇങ്ങനെ കാര്യം ഇപ്പം മഴ പെയ്യും. ചെന്നം പിന്നെ മഴയത്ത് പോകാൻ കടമില്ലാത്തപ്പോഴാണ് ഉപദേശി പാടുന്നത്, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ഹല്ലേലൂയ. കഴുത്തിനും കത്തിക്കുമിടയിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ പേര് യഹോവ ഈരേ, കരുതുന്ന ദൈവം. കൈയടിച്ച് സ്തുതിച്ചേ. എനിക്കായി കരുതാവൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോ എനിക്കായി കരുതുവാനിരത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ, എനിക്കായി കരുതുവാനിരത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ. ഓ നെഞ്ചമേ നിൻ ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട, പഞ്ചമൂരിവേറ്റനാഥൻ പഞ്ചമേടും. നെഞ്ചമേ നിൻ ചഞ്ചലങ്ങളൊന്നും വേണ്ട, പഞ്ചമൂരിവേറ്റനാഥൻ പഞ്ചമേകിടും. പിഞ്ചു പോകില്ലൊരു നാളും തൻ കരുണകൾ ഓർത്തും പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. പിഞ്ചു പോകില്ലൊരു നാളും തൻ കരുണകൾ ഓർത്തും പുഞ്ചിരി തൂകിടുക നീ എന്നും മനമേ. എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുന്നു. എനിക്കായി കരുതാമൻ ഉരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുന്നു. എനിക്കായി കരുതുവാനിരത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ, എനിക്കായി കരുതുവാനിരത്തിലില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമല്ല നിന്റെ ചുമലിൽ. നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, കൊയ്ത്തുകാല പൂരയൊന്നും നിറയ്ക്കുന്നില്ല, കാക്കകൾ
ചുമലിൽ. കഴുത്തിനും കത്തിക്കുമിടയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പേര് യഹോവ ഈരെ, കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവം എന്നെ കാണുന്ന ഒരു ദൈവം. പോയി ചോർ മരുഭൂമിയിൽ വെച്ച് ആഗറിനെ കണ്ട ഭാര്യ മരിക്കുന്നതിന് മുമ്പ് യാക്കോബിനോട് പറഞ്ഞത് പേരിടാൻ തക്കവണ്ണം ബലപ്പെടുത്തിയവന്റെ പേര് എൽ ശദ്ദായി, സർവശക്തനായ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് 13-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഭയങ്കര സ്വത്തൊക്കെ ആയി. പക്ഷെ 13-ാം അധ്യായത്തില് സ്വത്തെല്ലാം ആര് കൊണ്ടുപോയി? ലോത്ത് കൊണ്ടുപോയി. ലോത്ത് നീരോട്ടമുള്ള ദേശമെടുത്തപ്പോൾ പെട്ടെന്നൊരു നിമിഷം ഒന്നുമില്ലാത്തവനായി മാറി. അതെ, അപ്പോഴാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷത്തിൽ പറയുന്നത്, എന്റെ സ്വന്തം ഞാൻ ആകാശ ഭൂമിയിലെ പൊടി പോലെ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, എനിക്കിന്ന് രാത്രി അബ്രഹാമിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്, പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവമാണ്. അങ്ങനെ 14-ാം അധ്യായത്തിൽ ലോത്തിനെ രാജാക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ഈ അബ്രഹാം വീട്ടിൽ ജനിച്ചു വളർന്ന അഭ്യാസികളൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് തൻ്റെ സഹോദരൻ നേടിയെടുക്കുന്നു. കത്ത് സങ്കടമാണ്, എല്ലാം പോയി സഹോദരൻ. ദൈവം തന്നെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ മടക്കിക്കൊണ്ടുവരുമ്പോൾ, യുദ്ധം ജയിച്ചു വരുമ്പോൾ ചരിത്രം അറിയാം. ഉൽപ്പത്തി 14:18 കാലൂൻ രാജാവായ മൽക്കീസേദെക്ക് അപ്പവും തീയും കൊണ്ട്. അടുത്ത വാക്യം, അവൻ അത്യുന്നതനായ ദൈവത്തെ പുരോഹിതനായി. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവിടുന്ന് ആരാണ്? അത്യുന്നതൻ. ഉറക്കെ പറഞ്ഞേ, അത്യുന്നതനായ. യെശയ്യാപ്രവചനം 6-ാം അധ്യായം പ്രവാചകൻ കാണുന്ന ഒരു കാഴ്ച. ഉസിയ രാജാവ്. ഈ ഉസിയാവ് ആരാണെന്ന് അറിയണമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകം. അന്നത്തെ കാലം രാജാക്കന്മാർ ഈ ഉസിയാവിനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുമ്പോൾ അവിടെ വായിച്ചാൽ ഗത്രയുടെ മകനും അഗ്നിയുടെ മതിലും എല്ലാം, ഫെലിസ്ത്യയുടെ മതിലും എല്ലാം ഇടിച്ചു കളഞ്ഞ് രാജ്യത്തിന്റെ അതിന് വിസ്താരമാക്കിയ ഒരാളുടെ പേരാണ് ഉസിയ. പിന്നെ കന്നുകാലികൾക്ക് മേയാൻ കിണറുകൾ കൊടുത്തു, ഉൽപ്പുറങ്ങൾ സ്ഥാപിച്ചു, ജലസേചന പദ്ധതികൾ ആവശ്യപ്പെട്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ മിസൈൽ പോലെയുള്ള കരകൗശലം കൊണ്ട് അടിക്കുന്ന കല്ലുകൊണ്ടുള്ള ഭവനികളും പതിച്ച് രാജ്യത്തെ സുരക്ഷിതമായി ഭരിക്കുകയും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഒരാളുടെ പേരാണ് എന്ത്? ഉസിയ. അപ്പോൾ ഉസിയാവെന്ന് പറഞ്ഞ മറ്റൊരു കാലത്തായിരിക്കാം എന്തോ പൊങ്ങി നെറ്റിക്ക്. പക്ഷെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു ഉസിയാവ് രാജാവ് മരിച്ചു. ചെറിയ കാര്യമാണ്. പെട്ടെന്ന് ആര് മരിച്ചു? ഉസിയാവ്. പെട്ടെന്ന് ഉസിയാവ്. അങ്ങനെ പ്രതിസന്ധി ഇന്ത്യയിലുണ്ടായി. വരുന്ന നെറ്റിൽ ആര് മരിച്ചു? ഇന്ദിരാഗാന്ധി മരിച്ചറിഞ്ഞ ആര്? അന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിലും PC അലക്സാണ്ടറൊക്കെ എനിക്കുണ്ട്. ഇതൊക്കെ മലയാളികളായ ഉദ്യോഗസ്ഥരാണ്. കയ്യെ പിടിച്ച് രാജീവ് ഗാന്ധിയെ കൊണ്ട്, അന്ന് രാജീവ് ഗാന്ധി പണ്ടില്ലായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. പെട്ടെന്ന് രാജീവ് അവസാനാക്കണം. കാരണം പെട്ടെന്ന് ഈ ചുമ്മാ എന്ന് പറഞ്ഞാൽ വെക്കണ വെടി എന്ന് പറയാൻ ഒരാൾ വേണം. പോലീസുകാരുടെ ഈ സാധനമുണ്ട്, പക്ഷെ അവർക്ക് വെടി വെക്കണ എന്താ വേണം? ഓർഡർ വേണം. ഓർഡർ ഇല്ല. കാര്യമുണ്ടോ? വെക്കട പറയാൻ അതിന്റെ അപ്പൊ അക്കമിക്കും. ഈ രാജ്യത്തിന്റെ പുതിയ ഈ പ്രവാചകന്മാരെന്നും രാജ്യത്തിന് വേണ്ടി ദൈവസന്ധി ദൈവാസന്മാരും അങ്ങനെ കേട്ടോ. അഭിമാനത്തോടെ ഞങ്ങൾ പറയും, നമ്മൾ വെടിവെച്ച് പിടിച്ചാലും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി. ഇന്ത്യൻ നേതാക്കന്മാർക്ക് വേണ്ടി, ഇന്ത്യ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി, MP-മാർക്ക് വേണ്ടി, എല്ലാ സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും വേണ്ടി, പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടി വരെ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവമക്കളെന്ന അഭിമാനത്തോടെ പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിവുള്ളവരാണ് ഞാൻ. അപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ രാജ്യത്തിൻ്റെ ഗതി. ഇനി ഉസിയാരാജാവ് മരിച്ചു, ഫലസ്തീനും അവരും ഇവരും എല്ലാം കൂടെ വരത്തിൽ. പെട്ടെന്ന് ദൈവം തന്നെ ഒരു ദർശനങ്ങൾ എന്താ? ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരിപ്പുണ്ട്? ദൈവം ഇരിപ്പുണ്ട്. ദൈവം ആരാ? അത്യുന്നതനാണ്. ഉന്നതനും അതിന് മുകളിൽ അത്യുന്നതനും എന്ത് ചെയ്യുന്നു? ജാഗരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയത്തെ
നീർത്തോട് പോലെ തനിക്ക് ഇഷ്ടമുള്ളത്തേക്ക് തിരിക്കുന്നു. നമ്മുടെ ദൈവം ആരാ? അത്യുന്നതനാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തതാണ്. എല്ലാ നിയമത്തിന്റെ മേലിലും ആരുണ്ട്? ദൈവമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ കോടതിയുടെ മുകളിൽ ആരുണ്ട്? ദൈവമുണ്ട്. കോടതി നിയമങ്ങളെ മാറ്റാൻ ആർക്ക് കഴിയും? ദൈവത്തിന്. രാജ നിയമങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ. ഞാൻ പരസ്യമായി ഇവിടെ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട്, ടി വി റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് ചില അനുഭവങ്ങൾ പറയാനൊക്കില്ല. എന്നാലും എനിക്കൊന്ന് കാര്യം അറിയാം. ഉന്നതനും അതിൻ്റെ മുകളിൽ ആരുണ്ട്? അത് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ആരുണ്ട്? ദൈവം. ചിലപ്പോൾ നമ്മുടെ കയ്യിലൊരു മെഡിക്കൽ റിപ്പോർട്ട് വന്നു, അതിനകത്ത് അറ്റസ്റ്റ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇന്നതാണ് ഇത്ര ആയുസേ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു പക്ഷേ പ്രശസ്തനായ ഡോക്ടറായി. നമ്മൾ അതിനെ അങ്ങ് സ്വീകരിക്കരുത്. ഡോക്ടറുടെ മുകളിൽ ആരുണ്ട്? ദൈവമുണ്ട്. ഉണ്ടോ? കോടതിക്ക് മുകളിൽ ആരുണ്ട്? ദൈവമുണ്ട്. കരമടിച്ച് സ്തുതിച്ചേ. കോടതിക്ക് മുകളിൽ ആരുണ്ട്? ദൈവമുണ്ട്. കോടതിക്ക് മുകളിൽ ആരുണ്ട്? ദൈവം. എല്ലാത്തിൻ്റെ മുകളിൽ ആരുണ്ട്? ദൈവമുണ്ട്. അവിടുത്തെ പേരാരാ? അത്യുന്നതൻ. എൽ എലിയോൻ. അത്യുന്നതനായ ദൈവം. ആ ദൈവം എല്ലാത്തിൻ്റെ മുകളിൽ ഉയർന്നും മുങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പേര് അത്യുന്നതനായ ദൈവം. കാലം മുമ്പോട്ട് പോകുന്നു. ഞങ്ങളിൽ കടന്ന് ഇസ്രായേൽ മക്കൾ വരിക. ദൈവം ഇവരെ ഇതിനകത്തൂടെ നടത്തി. ഭയങ്കര ദൈവപ്രവൃത്തി. ദൈവം ഈ ഇസ്രായേൽ മക്കളെ മോശയൊക്കെ എത്ര വർഷം നടത്തിച്ച് മരുഭൂമിയിൽ കൂടി. അത് വലിയ കാര്യം. നടന്നവരും നടക്കുന്നവരെ കാണും. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാ? ഇന്ത്യൻ രാഷ്ട്രപിതാവ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യ? ഫാദർ ഓഫ് ദ നേഷൻ ആരാ? അത് ഇപ്പം അത് പഠിപ്പിക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ മാറും. ഹു ഈസ് ദ ഫാദർ ഓഫ് ദ നേഷൻ ആരാ? പക്ഷേ എഴുതിയിട്ടോ കേട്ടോ. ഫാദർ ഓഫ് ദ നേഷൻ ആരാ? മഹാത്മാഗാന്ധി. ഹു വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി? പറയാമെങ്കിൽ PSC പരീക്ഷ പാസ്സാണ്. പൊളിറ്റിക്കൽ ഗുരു ഓഫ് മഹാത്മാഗാന്ധി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണനോ ഈ മഹാത്മാഗാന്ധി വലിയ കുടുംബത്തിൽ നിന്നൊക്കെയുള്ളത്. ആഫ്രിക്കയിൽ പോയിട്ട് ബാരിസ്റ്ററൊക്കെ പഠിച്ച് വരണം ഇന്ത്യയിലാണ്. അതൊക്കെ ബാരിസ്റ്റർ പഠനം. ബാരിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? ഇന്നത്തെ പോലെ എടുക്കാൻ ലാൻഡേക്ക് പോകുന്നവരാണ്. ഇനിയിപ്പോൾ എല്ലാവരും എടുക്കുക ലാൻഡേക്ക്. അന്ന് ബാരിസ്റ്ററൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് AR നാരായണൻ ഇന്ത്യയിൽ പോയി പഠിച്ചു. സ്കോളർഷിപ്പൊക്കെ തേടി പോയി പഠിച്ചതാണ്. മഹാത്മാഗാന്ധി അന്ന് ഇത് ബാരിസ്റ്റർ പഠനം കഴിഞ്ഞപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ തെറ്റല്ല ശരിയാണെന്ന് ചിന്ത. എനിവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചേക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞു, നീ ഉടനെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രവേശിക്കരുത്. ഈ ഒരു കാര്യം ചെയ്യാം. ഈ ഒരു തേർഡ് ക്ലാസ് ട്രെയിനാണ്. AC ഇല്ലാത്ത തേർഡ് ക്ലാസ്സിനകത്ത് ലോക്കൽ ട്രെയിനിൽ കയറി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കും. അങ്ങനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ആര്? മഹാത്മാഗാന്ധി. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചാണ് ഇന്ത്യയെ അറിഞ്ഞു. ആരെ അറിഞ്ഞു? ഇന്ത്യയെ. ഇനി നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരും DYFI പിള്ളേരെ എല്ലാം നെഞ്ചത്ത് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു തലക്കെട്ടൊക്കെ കെട്ടി വെക്കുന്ന ഫോട്ടോയും ആരാണ്? ചെഗുവേര. ഒരു മോട്ടോർ ബൈക്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ദരിദ്രം കൊണ്ടുകൊടുത്താണല്ലോ കമ്മ്യൂണിസം ഓടിയത്. ദരിദ്ര രാജ്യത്തിലൂടെ ചെഗുവേര മോട്ടോർ ബൈക്ക് യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിൾ ഡയറീസ് ഉണ്ട്. യാത്ര ചെയ്ത് ചെഗുവേര ലോകത്തെ കണ്ടു, ജനത്തെ കണ്ടു. എൻ്റെ യേശുവും നടന്നു. ആടെന്നും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനെ കണ്ടു. മനുഷ്യനെ, ദേശികളെ, മൃഗക്കാരെ, പാപികളെ, കുരുടരെ, കാഴ്ചയില്ലാത്തവരെ, എല്ലാ പക്ഷപാതക്കാരെ എല്ലാവരെയും കണ്ടു, നടന്നു. ദൈവം മോശയോടും പറഞ്ഞു, നീ എന്ത് ചെയ്തു? നടക്കാൻ പറഞ്ഞു. ജനത്തോട് നടന്നു. എന്തിനാ? എനിക്ക് പല കാര്യങ്ങളും എന്നെ കാണിക്കാനുണ്ട്. ഒന്ന്, എൻ്റെ ദൈവത്തെ നീ കാണുന്നു, ഈ നടക്കത്തില്ല. എൻ്റെ ദൈവത്തെ നീ കാണുക കാണണം. നമ്മളിത് പലരും കാണാൻ പോകുന്നതൊക്കെ എന്താണ്? മക്കളൊക്കെ കാണാൻ പലരും ചുമ്മാ മൂന്നാറിൽ പോയിട്ട് റിസോർട്ടിൽ കിടന്നാന്ന് ലോകത്തെ അറിയും. ടൂറ് പോകുന്നതൊക്കെ എവിടെയാണെന്നറിയാമോ? ടൂറ് പോകണം എവിടെയെന്നറിയാമോ? മെഡിക്കൽ കോളേജിൽ പോകണം. കോട്ടവാടി കൂടെ ചെറിയ പാക്കേജ് സ്പീഡ് കുറയും. IK സ്പീഡിൽ പോകുന്നതിനെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം മുഴുവൻ എവിടെ നിർത്തണം?
മെഡിക്കൽ കോളേജിൽ ഓർത്തോ ഒരുക്കം കാലത്ത് കമ്പി ഇങ്ങനെ ഇട്ടേക്കുന്നു, ഒരു ദിനം അങ്ങോട്ട് കിടക്കുന്നു. അപ്പം ഇവൻ ബൈക്ക് മര്യാദയാണ്, കുറേങ്കിലൊക്കെ മര്യാദയാണ്. അപ്പോൾ ദൈവം മോശം ഇങ്ങനെ കൊണ്ടുപോയി, പ്രവാചകനെ കൊണ്ടുപോയിട്ടുണ്ട്. എസ്തേൽ 37 അസ്ഥിത്താഴിനെ കൊണ്ടുപോയി കുത്തി എത്തി നടത്തി കാണിക്കാനാ ദൈവം മോശം ഇങ്ങനെ കൊണ്ടുപോയി ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവർക്ക് 3 ദിവസം വെള്ളമില്ലാതെ നടന്നു. 15-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം. വെള്ളമില്ലാതെ നടന്നു. ചൂർ മരുഭൂമിയ ചരിത്രം ഞാൻ പറഞ്ഞു. ആഗറെ പോയത് എവിടാ? യൂരില്ല. മറ്റൊരു ആ ശാഖനെ ഇറക്കി വിട്ടത് ആരാ? താറായിയുടെ കൊച്ചുമക്കള് 30 ലക്ഷം പേര് എത്ര ദിവസം മരുഭൂമിക്കൂടെ നടന്നു? 3 ദിവസം കൊണ്ട് മരുമക്കളോട് പീഡനം പാടില്ല. കൊച്ചുമക്കളെ വഴി കടക്കും. അമ്മായിയോടെ പീഡനം കാണിക്കരുത്. പോയി. അപ്പോൾ പാറായിലെത്തി. വെള്ളം കയ്പായിരുന്നു. ദൈവം മോശയോട് പറയാൻ കാര്യമുണ്ട്. ജനം മോശയുടെ നേരെ പുറപ്പെടും. അപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ കമ്പെടുത്ത് എവിടെ ഇടാൻ പറഞ്ഞു? വെള്ളത്തിൽ ഇടാം. വൃക്ഷത്തിന്റെ കമ്പെടുത്തിട്ടപ്പോൾ അവിടുത്തെ വെള്ളം എന്തായി? മധുരമായി. മധുരമായി. വൃക്ഷത്തിന്റെ കമ്പ് എടുത്തിട്ടപ്പോൾ വെള്ളം മധുരമായി. അവരാ സ്ഥലത്തിന് തീർത്തു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പേരറിയാവുന്നവരോടൊക്കെ പറഞ്ഞേ, യഹോവ റാഫ, നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. സൗഖ്യമാ. കൊമ്പ് വെട്ടിയിട്ടു വൃക്ഷത്തിന്റെ. ഇതേതാ ഈ കൊമ്പ്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ക്രിസ്തു നമുക്ക് വേണ്ടി ആരായി? ശാപമായി, അല്ലേ? കർത്താവിനെ കുരിശിക്കാൻ വേണ്ടി മരക്കുരിശ് തോളിൽ വെച്ചെടുത്തുകൊണ്ട് അന്ന് കിരാതന്മാരായ കൊലയാളികൾക്കും കുറ്റവാളികൾക്കും, പ്രകൃതി വിരുദ്ധ കൊലയാളികൾക്കും കുറ്റവാളികൾക്ക് കൊടുക്കുന്ന കൊലമരം മരക്കുരിശും എടുത്തുകൊണ്ട് ശാപം വഹിച്ചുകൊണ്ട് ക്രിസ്തു പോയി 2 കള്ളന്മാർ നൽകി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് എന്തു വന്നു? സൗഖ്യം വന്നു. 53 പറയുന്നു, അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. ഒരു കൊമ്പ് വെട്ടിയിട്ടപ്പോൾ മധുരമായി. ആ കൊമ്പ് എന്താണെന്നറിയാമോ? ക്രൂശിന്റെ ശക്തിയാണ്, ക്രൂശിനൊഴിയ രക്തമാണ്. ഇന്നും സൗഖ്യമാക്കുന്ന ഒരു കൊമ്പുണ്ട്. അതാണ് വൃക്ഷത്തിന്റെ കൊമ്പ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഗിലെയാദിൽ വൈദ്യനുണ്ട്, ഗിലെയാദിൽ എന്തുണ്ട്? സുഗന്ധ തൈലമുണ്ട്. ഗിലെയാദിലെ സുഗന്ധ തൈലം കേട്ടിട്ടുണ്ടോ? വചനത്തിൽ ഒരു വാക്ക്, ഗിലെയാദിൽ എന്തുണ്ട്? സുഗന്ധ തൈലം. ഈ ഗിലെയാദിലെ സുഗന്ധ തൈലം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. കഥയല്ല, സംഭവം. അതിന് പല ഘടകങ്ങളും. ഒന്ന്, ഈ ദേവദാരു വൃക്ഷത്തിന്റെ കറകൂടെടുത്താണ് സുഗന്ധ തൈലം ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര മരുന്ന് കൂട്ടാം. അപ്പൊ ഈ ദേവദാരുവിന്റെ വൃക്ഷം എങ്ങനെയാണെന്നറിയാമോ? ഇതിന്റെ കറയെടുക്കുക. ഈ വൃക്ഷം ഇങ്ങനെ കട്ടിയുള്ള വൃക്ഷം. അപ്പം വടതിക്കാറ്റടിക്കും, വടക്കൻ കാറ്റ്. പിന്നെന്തോ അടിക്കും? വടക്കൻ കാറ്റടിച്ചാൽ കറ ഇങ്ങോട്ട് പോകും, തെക്കൻ കാറ്റടിച്ചാൽ എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോകും. ചിലപ്പോൾ എന്തോ അടിക്കുന്നറിയാമോ? വടക്കൻ കാറ്റും തെക്കൻ കാറ്റും. പാടുന്നൊരു പാട്ടുണ്ട്, കൈയടിക്കും. വടതിക്കാറ്റ് നല്ല തെന്നിക്കാറ്റ് പ്രിയ തോട്ടത്തിൽ നിൽക്കുന്ന നടുതലകളുമേൽ ആട്ടി ചോലച്ച് അറിയാം. ഇങ്ങനെ അടിക്കുമ്പോ മരം കിടന്ന് പിരിയുമ്പോ എന്തോ പൊട്ടും? തോല് പൊട്ടും. ഒരു കറ വരും. ആ കറ കൊണ്ടെടുത്താണ് അതിൽ സുഗന്ധം ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മുള പുറപ്പെട്ടു വന്നു. ഇശായുടെ കുറ്റിയിൽ നിന്നൊരു മുള. ആ മുളയുടെ തോട്, പുറന്തോട് കീറി. എവിടാ? പീലാത്തോസിന്റെ ഗർഭതായി കീറപ്പെട്ടു. കാൽവറ കുരിശിൽ നടക്കപ്പെട്ടു. ആണികൾ കൊണ്ട് തുളയ്ക്കപ്പെട്ടു. ആ തോട് പൊട്ടിയപ്പോൾ വന്നൊരു കറയുണ്ട്. അതാണ് കുഞ്ഞാടിന്റെ വലിയ രക്തം. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തത്തിനകത്ത് എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മുടെ സൗഖ്യമുണ്ട്, നമ്മുടെ പാപമോചനമുണ്ട്. ഇന്ന് ക്രൂശിന്റെ ചോട്ടിലേക്ക് വന്നാൽ ഒരു കാര്യം സംഭവിക്കും. മാറ പോലെ കയ്പുള്ള ജീവിത മേഖലകൾക്ക് അകത്തേക്ക് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ എൻ്റെ ദൈവം നമ്മുടെ മാറയെ മധുരമാക്കുന്ന ദൈവമാണ്. അവിടുത്തെ പേര് യഹോവ റാഫ. എല്ലാവരും ഇന്ന് രാത്രി സ്തുതിച്ച് ആരാധിച്ച് മാറയെ മധുരമാക്കുന്ന ദൈവം.
കയ്പുള്ള ഗീത, കയ്പ് കയ്പ് കയ്പ്. നവോമി പറയുന്നു, നിങ്ങളെന്നെ നവോമിന്ന് വിളിക്കരുത്, നിങ്ങളെന്നെ മാറ കയ്പെന്ന് വിളിക്കണം. നവോമിയുടെ കയ്പിനെ മാറ്റിയത് എന്താ? ഈ മരക്കുരിശിന്റെ ശക്തിയാ, രക്തത്തിന്റെ ശക്തി. മറയെ മധുരമാക്കി തീർക്കുമാവേ, മാറാ തീർക്കുമാവേ, പാറയെ പിളർന്നുദാഹം പോറ്റുമാവേ, പാറയെ പിളർന്നുദാഹം പോറ്റുമാവേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാരൂവിലൻ ദൈവമേനിക്കധിപതിയേ, മാരൂവിലൻ ദൈവമേനിക്കധിപതിയേ, തരുമാവൻ പുതുമന്നതു മതിയേ, തരുമാവൻ പുതുമന്നതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മധുരമാക്കുന്ന വൃക്ഷത്തിന്റെ കമ്പാണ് ക്രൂശിന്റെ ശക്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പേര് യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കുന്ന ദൈവം, എൻ്റെ മാറയെ മധുരമാക്കുന്ന ദൈവം. കരം നെഞ്ചത്തോട് വെച്ച് പറഞ്ഞേ, എൻ്റെ മാറയെ, എൻ്റെ മാറായെ, എൻ്റെ മാറായെ. നവോമി പറയുക കേട്ടോ, എന്നെ നിങ്ങൾ ഈ നവോമിന്ന് വിളിക്കരുത്, സന്തോഷമാണ്. മാറാന്ന് വിളിക്കണം. ഭർത്താവ് മരിക്കും, മക്കൾ മരിക്കും, തിരിച്ചു വരികയാ, വീടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഒരു യൂത്ത് അവസാനിക്കുമ്പോൾ നവോമി മാറയല്ല. എനിക്കൊരു കർത്താവിനെ അറിയാം, കയ്പിനെ മധുരമാക്കുന്ന ദൈവം. എല്ലാ കയ്പിനെയും മധുരമാക്കുന്ന ദൈവത്തിന്റെ പേര് യഹോവ റാഫ, റിഖാന, ഹംദന, ശബന, ഹദിനിയ, റഗദിനിയ, ഹത്തന. സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് രാത്രി ആ ദൈവശക്തിയെ ആദരിക്കട്ടെ, ദൈവശക്തിയെ ആദരിക്കും. ദൈവശക്തി, ദൈവശക്തി പറയണം. ഇന്നടത്താണ് എൻ്റെ കമാവ, ഇന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കയ്പ്, ഇന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കയ്പ്. എൻ്റെ കയ്പ് ഇതാണ് കർത്താവ്. അതിൽ പക്ഷേ മക്കളാകാം, അതിൽ പക്ഷേ ദാമ്പത്യമാകാം, അതിൽ പക്ഷേ സാമ്പത്തികമാകാം, അതിൽ പക്ഷേ ശാരീരികമാകാം. പക്ഷെ എൻ്റെ ദൈവം റാഫയാ, റാഫ, റാഫ. അത്തക്കാലം പ്രകടത്താര. ഞാന് ഈ രാത്രി ഉറക്കം പറയട്ടെ, യഹോവ റാഫയ, എൻ്റെ മാറയെ എന്താക്കും? മധുര. ഞാന് ഞങ്ങളുടെ സഭയിലുള്ള രണ്ടുവിടെ ഒരു ഓർമ്മ കാണാതിരിക്കും. എന്നാലും എൻ്റെ ഒരു അനുഭവം പറയാം. കുറേ നാൾ മുമ്പ്, കോവിഡിന് മുമ്പാണ്. അപ്പം 2017 പപ്പ മരിച്ചു. പലർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം പപ്പ മരിക്കുന്ന സമയത്ത് വരെയും ഇന്ത്യ ദിവസസഭയുടെ കണ്ണത്തിൽ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളാണ്. ഒത്തിരി സന്തോഷം. കുടുംബക്കാരും പോകും, ഒരാഴ്ച അവിടെ ഇന്നും മാമാങ്കമാണ്, ഭയങ്കര സന്തോഷം. എല്ലാവരും കൊടുക്കും. അപ്പോൾ പപ്പ മരിച്ചപ്പോൾ ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു. ഞാൻ അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഇവിടെയുള്ള സകല ഭാഷന്മാരെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉത്തരവാദിത്തം എൻ്റെ പേരാണ്. അപ്പോൾ എനിക്കൊരു വാശി, കുറയ്ക്കരുതെന്നൊരു ചിന്ത. അതുകൊണ്ട് നമ്മളങ്ങ് നന്നായിട്ട്, എൻ്റെ പേര് ഞാൻ പള്ളിയിൽ പോകും, എന്നാൽ പോലും നന്നായിട്ട് എൻ്റെ കുഞ്ഞു മക്കളെ റാന്നിയിൽ ഞാൻ മുണ്ടക്കയത്ത് പോയിട്ട് 7 വർഷത്തോണ്ട് പോയിട്ട് 3 കൂട്ടിൽ ഒരു ആന കൊണ്ടത്തിനെ മേടിച്ച് വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടിട്ട് വെട്ടി നുറുക്കി
നിങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാമോ ജേക്കപ്പാസൊക്കെ അങ്ങോട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടായിരുന്നു. കൈയൊക്കെ അങ്ങനെ നിൽക്കറൊക്കെ ഇട്ടുകൊണ്ട് ചോളയൊക്കെ ഇങ്ങനെ കുടിച്ച് പുള്ളി നിന്നാൽ പക്ക ഏശമായിട്ടാണ് എല്ലാവരും കൂടെ നിന്ന് പേടിച്ച് മാറി 3 പോത്തിനെ വെട്ടിക്കൊണ്ട് കഴിപ്പിച്ചു. ഇതെല്ലാം കഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് കുറച്ച് ദിവസം 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ കാലിനെല്ലാം ഭയങ്കര വേദനയോ നീരോ എനിക്കൊരു പ്രയാസം. ഞാൻ ഡോക്ടറെ ഒന്ന് കാണാൻ പോയി. ഡോക്ടറെ ചെക്കപ്പ് എടുത്തിട്ട് മെഡിക്കൽ റിപ്പോർട്ടെല്ലാം ഡോക്ടർ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ 7 വർഷം കൊണ്ട് തട്ടു എന്താ പറയുക തട്ടു. പക്ഷെ നിന്നെ ഞാൻ ഒരു 30 വർഷം കഴിഞ്ഞു. അതൊക്കെ ഇപ്പോൾ എത്ര വയസ്സായി എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് എത്ര 47 നടന്നായി. എന്നാലൊരു 30 വർഷം 40 വർഷം വരെ വണ്ടിയോടെ മതിയോ? അങ്ങനെ. പക്ഷെ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. എനിക്ക് അതെല്ലാം ഇറച്ചി തിന്നരുത്, മീൻ കഴിക്കരുത്, മുട്ട തിന്നരുത്, അത് ഇത് കുറേ കളയും. ശരി, ഞാൻ എല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇല്ല നീ 7 വട്ടം കൂടി ചത്തു, അതാണ് നിൻ്റെ റിപ്പോർട്ട്. ഇപ്പോൾ ഇല്ല നീ ചത്തു. ഞാൻ ഇതെല്ലാം കേട്ടു. ഞാൻ തിരിച്ച് വന്ന് എൻ്റെ ജീപ്പ് എടുത്തിട്ട് ആ പുൽപ്പേരി അവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കണ്ടത്തിന് ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് നമ്പരാണ്ട് കുറേ കാര്യം പറഞ്ഞു. നമ്പരാനെ 3 പോത്തിനെ വെട്ടി ഞാൻ വിളിച്ചുമാരെ കഴിപ്പിച്ചു. ഇനി അതിൻ്റെ കടം വരുന്ന എൻ്റെ മോനെ ഞാൻ 100 വർഷം കൺവെൻഷൻ പ്രസംഗിച്ചാൽ ഈ 3 പോത്തിൻ്റെ പൈസ കൊടുക്കും. നമ്മൾ ഈ കടം വിട്ടുണ്ട് എൻ്റെ ഇവിടെ മുന്നിലുണ്ട്. അപ്പോൾ എന്നോടാണ് പറഞ്ഞത് കഴിക്കരുത്, എനിക്ക് വേണ്ട, ഞാൻ വെജിറ്റേറിയൻ ആകാം, പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടാകാനൊക്കെ പറ്റില്ല. കഴിക്കാതിരിക്കുക അതൊന്നുമില്ല. നമ്മളങ്ങനെ മാംസബുദ്ധിയൊന്നുമല്ലല്ലോ എന്നാലും ഡോക്ടറിനോട് പറയാം മോശമല്ല കർത്താവ് ഈ 3 പോത്തിനെ വെട്ടിക്കൊടുത്ത എന്നോട് പിന്നെ നമുക്ക് എഴുതി നോക്കാണ്ട് എന്നോട് പറയുക എനിക്കെന്താണ് കുഞ്ഞു കളിക്കല്ലേ നാളെ കിടന്നില്ല അങ്ങനെയാ ഞാൻ ഇങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം, മെഡിക്കൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അടുക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ആംഗ്യക്കേണ്ട അപ്പം നമ്മളിവിടെ നിൽപ്പുണ്ട്. ഞാൻ ചത്തു പോയാൽ കൊണ്ടുപോയില്ല. അവിടെ എത്തിയ ഒരു സങ്കടം, അച്ഛൻ ചത്താൻ ഞാൻ കൊണ്ടുപോയില്ല എന്നാലും എങ്ങനെ എന്തോ ചെയ്യാം അത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് രാത്രി ഞാൻ ആരോടും പറഞ്ഞില്ല. എനിക്ക് എന്നാലും ചെറിയ സങ്കടം, നമ്മൾ ധൈര്യം ഉണ്ടെന്നൊക്കെയുള്ള സത്യമാണ്. എന്നാലും കൊണ്ട് പേടിയുണ്ടെന്ന് ചോദിക്കാം. നമ്മുടെ അമ്മയ്ക്കിടെ കഥ കഴിഞ്ഞില്ലേ, അമ്മയ്ക്ക് എന്നും വീട്ടിൽ നിന്ന് പറയും എന്നെ അങ്ങ് എടുത്തോണേ, എന്നെ അങ്ങ് എടുത്തോണേ, എന്നെ അങ്ങ് എടുത്തോണേ. കുരുത്തല്ലൊക്കെ പിള്ളേർക്ക് കൊപ്പുര വെച്ചു എൻ്റെ മക്കളെ നടന്നാകുമ്പോൾ 3-4 അടിയില്ല. അമ്മയ്ക്ക് എടുത്തോണേ എന്ന് പറഞ്ഞ് പിള്ളേർ കട്ടിട്ട് വെച്ചു. നേടി ഇതുകൊണ്ട് ഒരാൾ പറഞ്ഞു കട്ടപ്പുറത്ത്, മകളെ എൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടില്ലേ കേട്ടിരിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് പറയാം ഉമ്മ പറയുന്ന പോലെ ഒന്ന് കാര്യമാക്കോ എന്ത് പറഞ്ഞാല് അത് പേടിയല്ലേ, അത് സത്യമല്ലേ, പരമാർത്ഥമാണ് സത്യമല്ലേ അല്ലയോ? ഇല്ലേ നമ്മൾ കാര്യങ്ങൾ സത്യം മരണത്തെ അല്ല പേടിക്കുന്നത്. എന്നാലും ജീവിതം അത്ര മോശമാണ്. മരണത്തെ പേടിക്കുന്ന അറിയിച്ചു എന്നുള്ള പേടിയൊന്നുമല്ല. എന്നാലും ജീവിതം നല്ലതല്ലേ. നമ്മുടെ ഒരു ഭൂമി തന്നേക്കുന്ന ഈ ജീവിതം മോശമാണെന്ന് ഞാൻ കരുതുന്നില്ല. ആണോ? അല്ല, സ്വന്തം ഉണ്ടെങ്കിലും ഒരു സന്തോഷമല്ലേ. പിന്നെ സ്വന്തമൊക്കെ ഉണ്ടെങ്കിലും അല്ലയോ, പിന്നെ കെട്ടിയ കൂടുള്ളതല്ലേ നല്ലത്. ആണ് ആയുടെ കൂടെ വേണം കേട്ടോ പ്രാർത്ഥിക്കണം. എന്നറിയാം, അങ്ങേരില്ലാതെ അങ്ങേര് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമാതിരി പെടന്ന് കിടന്നുറങ്ങും. അങ്ങേര് കിടന്ന് കുടിച്ചു പിടിച്ചാലും നടക്കും. അങ്ങേര് ചത്തു പോകട്ടെ. ഒരു മുട്ട, ഒരു കൊട്ട, ഒരു കട്ട ഉറക്കം വരത്തില്ല. ചുമ്മാ അതിൽ ഒരു അവിടെ കിടന്നാലേ കൂർക്കം മരിക്കാൻ പറ്റില്ല. അതാണ് സത്യം. അതുകൊണ്ട് അവിടെ അങ്ങനെ പോയ ഒറ്റയ്ക്ക് എങ്ങനെ നമുക്ക് ഈ ഭയങ്കര ഇതൊക്കെ പറഞ്ഞാൽ ഒരാൾ കൂടുള്ളതല്ലേ എനിക്ക് തോന്നില്ല. അപ്പം വല്ലാത്തൊരു പേടി എന്നെ തോന്നി. ഞാനങ്ങ് ഉറങ്ങി. 4 മണിയായപ്പോൾ വെളുപ്പിന് 4 തന്നെ കാണും. ഞാൻ ദർശനം കാണുക. ഇത് നടന്ന കാര്യമാണ്. എനിക്കിഷ്ടമുള്ളത് അപ്പത്തെ മുംബൈയിലാണ്. പുള്ളി ഒരു താടിയുള്ള മനുഷ്യൻ, കല്യാണം കഴിച്ചിട്ടില്ല, വെങ്കട്ടേന്ന പേര്, ഒരു സന്യാസി പോലെ ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഈ അപ്പച്ചൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥന എന്നെ വലിയ ഇഷ്ടം. ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്കെന്നെ അറിയത്തില്ല, പക്ഷെ നിനക്കറിയോ കുഞ്ഞെ എന്നോട് ചോദിക്കുക, ഇത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളായി പലപ്പോഴും പഠിക്കും. ഞാൻ രാവിലെ ഒരു സ്വപ്നം കാണാൻ തങ്കച്ചാൻ വന്നിട്ട് മുറിയിരിക്കും. എന്നിട്ട് ഒരു സ്റ്റൂളിട്ടൊക്കെ അടുത്തിരുന്നു. എന്നിട്ട് ഇച്ചിരി എണ്ണ എടുത്തിട്ട് എന്നെ ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല കുഞ്ഞെ, തട്ടുകൊട്ടൊന്നുമില്ല, എൻ്റെ പൊന്നു മക്കളില്ലേ തങ്കച്ചായിട്ട് ഓൻ്റെ മോൻ നീ ആക്കുന്നില്ല. ഇങ്ങനെ ഉച്ച കൊണ്ടുപോകുമ്പോൾ ഒരു തൂക്കുന്ന ഞാൻ സ്വപ്നം കണ്ടു. ഉണങ്ങും അപ്പോഴേക്കും മനസ്സിലായി സ്വപ്നമാണോ? തങ്കച്ചായിട്ടില്ല വെളുപ്പിന് ഞാൻ പോയി
ഞാൻ പോകുന്ന വഴിക്ക് തങ്കച്ചാനെ വിളിച്ചു, ബ്ലഡ് കൊടുക്കുന്നതിന് മുമ്പ്. തങ്കച്ചായ ഞാൻ പ്രിൻസാ വാങ്ങിന്ന ആണോ, 4 മണിക്ക് നിന്റെ മുറിയിൽ ഞാൻ വന്നു. ഈ മനുഷ്യൻ എന്നോട് പറയാ. ഞാൻ പറഞ്ഞ അത് ദൈവം ഒരു പക്ഷേ ആ മനുഷ്യൻ അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതനായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെട്ടായിരിക്കാം. ഏതോ പറയാം 4 മണിക്ക് എൻ്റെ മുറിയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഈരായിട്ട് പൊക്കാൻ പോകും. ഞാൻ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറെ നോക്കി ഇറക്കി വെച്ചോട്ടെ, കഴിച്ചോ, പനി കൂടട്ടെ, നമ്മുടെ ശബ്ദം ഉയരട്ടെ. എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ. ഈ രാത്രി അപ്പായുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. സുവിശേഷകൻ പറയുന്നു മത്തായി സുവിശേഷത്തിൽ, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം അറിയുന്നൊരു പിതാവ്. ആ ദൈവം നമ്മുടെ പിതാവാണ്. ആ പിതാവിൻ്റെ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന. സന്ദേശങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ പേരുകൾ ഇങ്ങനെ എൻ്റെ ഡയറിക്കകത്ത് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ രാത്രി ചിന്തിച്ചത് 6 രാത്രി ഞങ്ങൾ ഒരുമിച്ച്, ഞാനും പക്ഷേ ഷൈൻരാജും എല്ലാം ഒരുമിച്ച് ചിന്തിച്ച വചനങ്ങളാണ്. എന്നാൽ അതെല്ലാം കൂടെ കാച്ചിക്കുറുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ പിതാവ്. കണ്ണടച്ചേ, ഈ ദൈവം എൻ്റെ പിതാവ്. നിറയെ മധുരമാക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. കഴുത്തിനും കത്തിക്കുവിടെ പ്രവർത്തിക്കാൻ ആ പിതാവിനെ വന്നിട്ടുണ്ട്. സൂര്യൻ്റെ മരുഭൂമിയിലെ ആകണമേ കണ്ട പിതാവെ കാണാൻ, ഭരതനെ കാണാൻ, ഉടഞ്ഞവനെ കാണാൻ, ആകെ മരിക്കുന്നതിന് മുമ്പ് ബെനോനിയെ കൈയെടുക്കുമ്പോൾ അവനെ ബെന്യാമിനെ വിളിക്കാൻ ധൈര്യപ്പെടുത്തിയ ഒരു എലിസഹായി ആ പിതാവിന്റെ രാത്രിയോടെ ഉയർത്തുകയും പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് 2 കരങ്ങൾ ഉയർത്തി ഒരു 10-20 പേരെങ്കിലും നമ്മുടെ ശബ്ദം കേൾക്കണേ. ഉറക്കെ വിളിച്ചേ, പിതാവേ, അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ. യേശു കർത്താവിനോടാണ് ഈ അപ്പ പിതാവായി മാറുന്നത്. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുമ്പോൾ ഈ ദൈവം യേശുവിലൂടെ പിതാവാക്കിയ പിതാവ് എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ. യഹോവ റാഫേ, യഹോവ റാഫേ. ഈ മക്കളുടെ കയ്പിനെ മാറ്റണേ, ഈ മക്കളുടെ ജീവിതത്തിന്റെ കയ്പിനെ മാറ്റണേ. എൽറോയേ, കാണുന്നവനെ, ദിസിയേ, റാഫേ, എൽ ശദായിയേ, എൽ എലിയോണേ, എൽ കാഹിയേ, എൽ റോഹായിയേ, എൻ്റെ അബ്ബായേ, ഇമ്മാനുവേലേ, യേശുവേ, രാജ രക്ഷാദാന. മാറ മധുരമാക്കും, മാറ മധുരമാക്കും, മാറ മധുരമാക്കും, മാറ മധുരമാക്കും. അപ്പ ഹൃദയം നുറുങ്ങിയവർക്ക് അപ്പ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന അപ്പായേ, അപ്പായേ, എന്റെ അപ്പായേ. കൊടിപ്പാറ ദേശത്ത് ഞങ്ങളുടെ പ്രിയ ആന്റിയുടെയും വീട്ടില് ഇന്ന് രാത്രി കൂടിയിരിക്കുന്ന ജനത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ മാറയെ മധുരമാക്കുന്ന, അവരുടെ കയ്പിനെ മധുരമാക്കുന്ന, അവരുടെ രോഗത്തെ സുഖപ്പെടുത്തുന്ന റാഫാ, റാഫാ, റാഫാ. ഈ ദൈവം എൻ്റെ അപ്പായ. ഇല്ലാത്തവർക്ക് നല്ലൊരു താതനും കാവി. ഓ വിധവയ്ക്കു കാന്തനും സാധുവിട
തന്നീലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നീലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. രാത്രി സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഒരു ശക്തിയുടെ ഇടപെടൽ ആവശ്യമുള്ള ചില മേഖലകളുണ്ട്. എൻ്റെ മാറയെ മധുരമാക്കി കഴുത്തിനും കപ്പിക്കും ഇടയിൽ പോലെ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. കരുതാൻ എന്നെ ആരും കാണില്ല, എന്നെ കാണുന്നു. ആ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഇന്ന മേഖലയിൽ ആവശ്യമാണ്. ആ മേഖലയെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കണമെന്നുള്ളവരെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആരെയും നോക്കരുത്, ആരാ നിങ്ങൾ അറിയിക്കുന്നതൊന്നും നോക്കണ്ട. ആരെയും ശ്രദ്ധിക്കരുത്. നിമിഷം മാത്രം നോക്കുക. നുറുങ്ങി ദൈവത്തെ വിളിച്ച് പറ, ഇന്ന മേഖലയിൽ കേസിന്റെ വേദന, ഞാൻ അഭിമുഖീകരിക്കുന്ന ഇന്ന വേദന, എൻ്റെ മാർഗം, എൻ്റെ ഭയം. വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുക. ആരും ശ്രദ്ധിക്കരുത്. കർത്താവ് പറഞ്ഞ കർത്താവിനെ ഇന്ന എൻ്റെ പ്രശ്നമാണ്, ഇന്ന മേഖലയിൽ എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. അവിടെ എനിക്ക് അങ്ങയുടെ നാമത്തിന്റെ ഇടപെടൽ ആവശ്യമാണ്. കർത്താവേ, യേശുവേ, അപ്പായേ, ഇന്നു രാത്രി അങ്ങയുടെ സന്നിധിയിൽ ഈ വചനത്തിന് മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് അവിടെ ചില വ്യക്തിപരമായ ജീവിത മേഖലകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ വിവിധ വിഷയങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത കരസ്പർശനം ഉണ്ടാകട്ടെ, ഇടപെടലുണ്ടാകട്ടെ. ഇടപെടലുണ്ടാകട്ടെ. ഞങ്ങൾ അങ്ങയുടെ നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുര, നീതിമാൻ അതിലേക്ക് ഓടിച്ചല്ലോ. ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയാണ്. കരുണയുള്ള കരത്തിൽ ഏൽപ്പിക്കുന്നു. യഹോവയുടെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ കരങ്ങളടിച്ച് ശക്തിയോടെ സ്തുതിച്ച് ഇരു കരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അതിശക്തിയോടെ അല്പസമയം സ്തുതിച്ച് പറഞ്ഞ് ഈ കേട്ട നാമങ്ങളെ പറഞ്ഞ് എൽ ശദായി, എലോഹി, എൽ റോയി, എൽ എലിയോൻ, യഹോവ റഫ, യഹോവ ഈരേ, അപ്പായേ, 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 അപ്പായേ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണം. നാളെ രാത്രി നമ്മുടെ പ്രിയ ദൈവദാസൻ അജിയാന്റണി പാസ്റ്റർ തിരുവചനമായി നമ്മുടെ നടുവിൽ നിൽക്കുമ്പോൾ വാദികാരനായ ദൈവദാസനാണ്. അനുഗ്രഹീത ദൈവദാസൻ പ്രാർത്ഥനയോടെ നേരത്തെ കടന്നു വരിക. നാളെ കൂടെയുള്ള യോഗം മറ്റുള്ളവർ കൂടെ യോഗം പരിചയപ്പെടുത്തുക. പ്രിയ കുടുംബത്തെയും പ്രത്യേകിച്ച് പ്രിയ ഷിബുവിനെ, ബിജുവിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കും.